ായി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്ന് ഗോ ഈ ദെയർഫോർ, ആകയാൽ നിങ്ങൾ പോകുവിൻ, അല്ലവാ ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് എന്ന വേദവാക്യം ആസ്പദമാക്കി കർത്താവിൻ്റെ നിയോഗം, ദ ഗ്രേറ്റ് കമ്മീഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്, മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യം. യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പം ഈ ഗ്രേറ്റ് കമ്മീഷൻ അതിൻ്റെ കാലാവധി എത്രയാണെന്ന് ചോദിച്ചാൽ, വായിച്ച വേദഭാഗത്തിൽ നിന്ന് ലോകാവസാനത്തോളം. എനിക്കൊരു ദേവദാസൻ പറഞ്ഞു, സുവിശേഷകന്മാർക്ക് എത്ര നാൾ ഈ ഭൂമിയിൽ ജോലിയുണ്ട്? ഒരു സുവിശേഷകന് എത്ര നാൾ ഈ ഭൂമിയിൽ ജോലിയുണ്ട്? മറുപടി കേട്ടത് ഇങ്ങനെയാണ്: ഭൂമിയിലെ അവസാനത്തെ പാപിയും മാനസാന്തരപ്പെടുന്നത് വരെ. പ്രൈസ് ഗോഡ്. അവൻ ലോകത്തിൻ്റെ അവസാനം വരെ കണ്ടാലും ലോകാവസാനത്തോളം ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് കർത്താവ് പറഞ്ഞതനുസരിച്ച് ലോകത്തിൻ്റെ അവസാന നിമിഷം വരെ കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ട്. എന്തിനാണെന്നറിയാമോ? സുവിശേഷം അറിയിക്കുന്നവരെ ശക്തിപ്പെടുത്താൻ, അധികാരപ്പെടുത്താൻ. എനിക്കുള്ള അധികാരം, എനിക്കുള്ള ശക്തി ഞാൻ നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾ പോയി എൻ്റെ നാമത്തിൽ ഞാൻ പഠിപ്പിച്ചത്, ഞാൻ ഉപദേശിച്ചത് മറ്റുള്ളവർക്ക് ഉപദേശിച്ചുകൊണ്ട്, മറ്റുള്ളവരെ പഠിപ്പിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഇപ്പോൾ സുവിശേഷം ആരെ ബാധിക്കുന്നത്, ആരെയൊക്കെ ബാധിക്കുന്നില്ല എന്നൊരു ക്വസ്റ്റ്യൻ ഉദിക്കുന്നില്ല. മനുഷ്യനായി ഈ ലോകത്ത് ജനിച്ച സകലർക്കുമുള്ളതാണ് സുവിശേഷം, ജാതി മത വ്യത്യാസമില്ലാതെ. പ്രൈസ് ഗോഡ്. സ്വർഗം എന്ന് പറയുന്ന അനുഭവം അതൊരു അനുഭവമാണ്. ഈ ഭൂമിയിൽ വെച്ച് അവകാശമാക്കാൻ ഭൂമിയിൽ വേറെ ഒരു പരിപാടിയുമില്ല. ഇത് ഉറപ്പിച്ച് പറയുന്നതാണ് സുവിശേഷം. അത് പറയുമ്പോൾ നല്ല നിശ്ചയത്തോടെ ഉറപ്പിച്ച് പറയണം. എന്ത് പറയണം? അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 12-ാം വാക്യം ഉറപ്പോടെ തറപ്പിച്ച് പറയേണ്ടതാണ്. പ്രൈസ് ഗോഡ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഇത് തറപ്പിച്ച് പറയണം. ചില നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഭാരതത്തിൽ ഒരു നീക്കമുണ്ടായിരുന്നു. ബൈബിൾ സൊസൈറ്റി അതിനെ വഴങ്ങിയില്ല എന്ന്. ഈ നാളെ ഡയറക്ടർ ബോർഡ് മാറുമ്പോൾ വഴങ്ങുമെന്ന് എനിക്കറിയത്തില്ല. പ്രൈസ് ഗോഡ്. അതായത് ഈ വാക്യം വേദപുസ്തകത്തിൽ നിന്ന് മാറ്റണം. മനസ്സിലായി? ഈ വാക്യം പോയാൽ പിന്നെ ഈ പുസ്തകം കിട്ടിയിട്ട് എന്നാ കാര്യം അല്ലേ? ഈ വാക്യം പോയാൽ ഈ പുസ്തകം മുഴുവനും കിട്ടിയിട്ട് ഒരു കാര്യവുമില്ല. ഇതാർക്കറിയാം? ശത്രുവിനറിയാം. എന്നാൽ മറിച്ച് ഞാൻ പറയട്ടെ, ബാക്കി മുഴുവൻ പോയാലും ഈ ഒരൊറ്റ വാക്യം മതി നമ്മുടെ ജീവൻ്റെ ആധാരമായി പ്രസംഗിക്കാൻ. ഒന്നുകൂടെ കേട്ടു നോക്കി. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. യേശുവിൻ്റെ നാമമല്ലാതെ വേറെ ഒരു നാമവുമില്ല. അത് വിശ്വസിക്കുന്നവർക്ക് സ്തോത്രം ചെയ്താട്ട്. എന്നിട്ട് ആ വാക്യം ഒന്ന് ഇന്ന് രാത്രി ഒരു സംശയവുമില്ലാതെ പറയണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോകണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നാം രക്ഷിക്കപ്പെടുവാൻ പറഞ്ഞാട്ടെ, നാം രക്ഷിക്കപ്പെടുവാൻ
ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ മറ്റൊരു നാമവുമില്ല. മനസ്സിലായി? വേറെ ഒരു നാമവുമില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല, യേശു എന്ന നാമമല്ലാതെ. എന്നിട്ട് പറഞ്ഞു, അവൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും. ചെറിയ നാമമല്ല. നീ ഏറ്റുപറയുന്ന നാമം, നീ ഏറ്റുപറഞ്ഞ് വിശ്വസിക്കുന്ന നാമം, ആ നാമത്തിൻ്റെ മുമ്പിൽ സകല മുഴങ്കാലും മടങ്ങും. ആമേൻ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. കുഞ്ഞാടേ വാഴ്ത്തുവിൻ, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. യേശു മാത്രം കർത്താവ്. He is Lord, He is Lord. He has risen from the grave and He is Lord. Every knee shall bow, every tongue confess that Jesus Christ is Lord. That Jesus Christ is Lord. Praise. ഇന്ന് ഏറ്റു പറയാത്തവനെ എല്ലാം ഇത് പറയിപ്പിച്ചിട്ടേ നരകത്തോട്ട് വിടത്തുള്ളൂ. പറയടാന്ന് പറയും, മര്യാദക്ക് പറയടാന്ന് പറയും യേശു കർത്താവ്, എന്നിട്ട് ഇനി പൊക്കോളാൻ പറയും. എന്നാ കാര്യം എന്നറിയാമോ? ജീവിച്ചിരിക്കുമ്പം, ആരോഗ്യമുള്ളപ്പം, സംസാരശേഷിയുള്ളപ്പം, കഴിവുള്ളപ്പം, സ്വാതന്ത്ര്യമുള്ളപ്പോൾ നിൻ്റെ സ്വന്തം മനസ്സുകൊണ്ട് വിശ്വസിച്ച് ഏറ്റുപറയേണ്ട ഈ മഹത്തായ നാമത്തെ ജീവൻ പോയ ശേഷം പറയാൻ സാധ്യമല്ല. ജീവൻ പോയ ശേഷം ഒരു രക്ഷയുമില്ല. പിന്നെ ജീവിച്ചിരിക്കുമ്പോൾ യേശു എന്ന നാമം, പ്രൈസ് ഗോഡ്, എല്ലാ നാമത്തിലും മേലായ നാമം. ഇത് ഒരു ബേസിക് റിക്വയർമെൻ്റാണ് രക്ഷിക്കപ്പെടാൻ. ഏറ്റവും അടിസ്ഥാനപരമായ റിക്വയർമെൻ്റാണ്. പിന്നെ ഈ നാമത്തിന് തുല്യമായി വേറെ ഒരു നാമവും ഉണ്ടാകരുത്. മനസ്സിലായോ? എല്ലാ നാമത്തിലും മേലായ നാമമാണ്. അതുകൊണ്ട് ഇതിൻ്റെ മേളിൽ ഇനി ഒരു നാമം ഉണ്ടാകുകയും ചെയ്യരുത്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കിയവർ, അവരറിഞ്ഞ സന്ദേശം, അവർക്ക് മനസ്സിലാക്കിയ സത്യം ലോകം മുഴുവനും അറിയിക്കുവാൻ ബാധ്യസ്ഥരാണ്. എന്ത് പറയണം? നിങ്ങളെന്നെ ആറെന്ന് പറയുന്നു. പ്രൈസ് ഗോഡ്. നിങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങൾ പോയി പറയണം കേട്ടോ. ചിലർ യോഹന്നാൻ സ്നാപകൻ എന്ന് പറയട്ടെ, ചിലർ പ്രവാചകൻ എന്ന് പറയട്ടെ. പത്രോസേ നീ എന്നാ പറയുന്നു? യോഹന്നാനെ നീ എന്നാ പറയുന്നു? യാക്കോബേ നീ എന്നാ പറയുന്നു? പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഇത് നമ്മുടെ ഉള്ളിൽ തറച്ചു കയറണം. ഇതാണ് നമ്മുടെ സുവിശേഷം. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുവിനെ ഓർത്തുകൊള്ളുവീൻ, ഇതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. മനസ്സിലായി? ഇത് പറയാനായിട്ട് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. അത് പറയുമ്പോൾ അത് മറ്റുള്ളവർക്കൊന്ന് ഗ്രഹിക്കത്തക്കവണ്ണം, പ്രൈസ് ഗോഡ്, അത് മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്കവണ്ണം പറയണമെങ്കിൽ, പ്രൈസ് ഗോഡ്, നമുക്ക് ഇത് പറയാനുള്ള മനസ്സ് മാത്രം പോരാ, അഡീഷണലായിട്ട് ചില ക്വാളിഫിക്കേഷൻസും കൂടെ വേണം. നിസ്സാരമായ ക്വാളിഫിക്കേഷൻ കൂടെ വേണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പം സുവിശേഷം അറിയിക്കുന്നൊരു വ്യക്തി എസെൻഷ്യലായിട്ട്, അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ, ദൈവത്തിൻ്റെ സ്തോത്രം, ഇന്ന് നമ്മൾ രാവിലെ തൊട്ട് ചിന്തിച്ചു പോവുകയായിരുന്നു. ആദ്യമായി, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നമുക്കൊരു ഭാരമുണ്ടാകണം. നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ച് നമുക്കൊരു ഭാരമുണ്ടാകണം. രണ്ടാമത്, ഈ ഭാരവുമായി ദൈവസന്നിധിയിൽ ചെല്ലുവാൻ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ. കർത്താവേ, നീ ഞങ്ങളോട് ആമേൻ ഹല്ലേലൂയ മനസ്സ് കാണിച്ചതുപോലെ, മനസ്സലിവ് കാണിച്ചതുപോലെ തന്നെ കർത്താവേ, എൻ്റെ കൂട്ടു സൃഷ്ടികളോട്, കൂട്ടു സഹോദരങ്ങളോട്
മനസ്സലിവ് കാണിക്കണമേ എന്ന് പ്രൈസ്തലോട് നാണം കെട്ട് പറയാനുള്ള താല്പര്യം ഉണ്ടാകണം. അല്ലേ? നിങ്ങൾ ഇന്ന് രാവിലെ ചിന്തിച്ച ആ ഭാഗം നോക്കിയാൽ 18 ചോദ്യങ്ങളാണ്, 18 ക്ലോസുകളാണ് 18 പ്രാവശ്യമായിട്ട് പ്രൈസ് ഗോഡ് അബ്രഹാം ദൈവത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത്. അവസാനം 10 പേരുണ്ടെങ്കിൽ നശിപ്പിക്കത്തില്ലെന്ന് ഉറപ്പും മേടിച്ച് അങ്ങ് മാറി. പക്ഷേ പ്രയോജനം ഉണ്ടായില്ല. 10 പേര് പോലും ഇല്ലായിരുന്നു. അബ്രഹാമിൻ്റെ കണക്കൂട്ടിൽ തെറ്റിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഈ നാളുകളിൽ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ നമുക്ക് ആ അബ്രഹാമിൻ്റെ മനസ്ഥിതി നമുക്കുണ്ടാവണം. ഇനി ദൈവത്തിൻ്റെ വചനം അറിയിക്കാൻ, ദൈവത്തിൻ്റെ ആലോചന അറിയിക്കാൻ ആർക്ക് കഴിയും എന്നുള്ളത് ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ് നമുക്ക് ചുരുക്കമായ 1-2 ഭാഗങ്ങളിൽ ചിന്തിക്കാം. അബ്രഹാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നു. ആ വേദഭാഗം പ്രൈസ് ഗോഡ് ഹല്ലേലൂയ നമ്മൾ രാവിലെ വായിച്ചത് ഒന്നുകൂടെ വായിക്കാം. ആ പുരുഷന്മാർ സോദോം വഴിക്ക് തിരിഞ്ഞു പോയപ്പോൾ 17-ാം വാക്യം 22 അല്ലേ? 18-22. അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സൊദോമിലേക്ക് പോയി. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമുക്ക് തോന്നുന്നത് പോലെ ചെന്ന് നിൽക്കാൻ പറ്റുന്ന സ്ഥലമല്ല ദൈവത്തിൻ്റെ സന്നിധി. ചുമ്മാ കയറി നിൽക്കാൻ പറ്റത്തില്ല. പ്രൈസ് ഗോഡ്. ദൈവവചനം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്ദേശം അറിയിക്കാൻ ഒരു ദൂതനെ ദൈവം ഉപയോഗിച്ചു. ഏത് ദൂതനായിരുന്നു അത്? ഒരുപാട് സ്ഥലത്ത് ഈ ദൂതനെ അയച്ചിട്ടുണ്ട്. പഴയ നിയമത്തിലും അയച്ചിട്ടുണ്ട്, പുതിയ നിയമത്തിലും അയച്ചിട്ടുണ്ട്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പം ഏതാണ്ട് 5 പ്രാവശ്യം ഈ ദൂതൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. പഴയ നിയമത്തിലും എഴുതിയിട്ടുണ്ട്, പുതിയ നിയമത്തിലും എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് ആരോടെങ്കിലും മനുഷ്യരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരു കാലത്ത് പ്രൈസ് ഗോഡ് യേശുവിൻ്റെ ശിഷ്യന്മാരുണ്ടാകുന്നതിന് മുൻപ് ദൈവം ഉപയോഗിച്ചിരുന്ന ഒരു ദൂതനെയാണ്. ആ ദൂതൻ്റെ പേരെന്നാണെന്നറിയാമല്ലോ? ഗബ്രിയേൽ. പ്രൈസ് ഗോഡ്. ഈ ഗബ്രിയേലിൻ്റെ ക്വാളിഫിക്കേഷൻ ദൈവത്തിൻ്റെ സ്തോത്രം ഗബ്രിയേൽ തന്നെ എടുത്തു പറയുന്ന ഒരു സന്ദർഭം വേദപുസ്തകത്തിനകത്തുണ്ട്. ഞാൻ വലിയ ആർക്കേഞ്ചലാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൂതനാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പ്രൈസ് ഗോഡ് എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ മുഖം നോക്കാതെ പറഞ്ഞിരിക്കും എന്ന് പറഞ്ഞിട്ടില്ല. രാജാവായാലും ചക്രവർത്തിയായാലും അവൻ്റെ മുഖത്ത് വിരൽ ചൂണ്ടിക്കൊണ്ട് എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ചത് ഞാൻ പറയുമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഗബ്രിയേലിന് അത് പറയേണ്ട കാര്യമില്ല. പ്രൈസ് ഗോഡ്. ഗബ്രിയേൽ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അത് കേട്ട് നിൽക്കാനല്ലാതെ തിരിച്ചൊരു വാക്ക് പറയാനുള്ള ശക്തി മനുഷ്യരിൽ ഒരുത്തനുമില്ല. അശൂർ പാളയത്തിൽ ഒരു രാത്രി ഒരൊറ്റ ദൂതൻ, ആർക്കേഞ്ചലൊന്നുമല്ല, ഒരു സാധാ ദൂതൻ, ഓർഡിനറി ദൂതൻ വന്നിട്ട് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഒറ്റ രാത്രി കൊണ്ട് വീരശൂര പരാക്രമികളായിരുന്ന 1,80,50,000 പേരെ സംഹരിച്ചു. ഒറ്റ രാത്രി കൊണ്ട്. അതാണൊരു ദൂതൻ്റെ ശക്തി, ഒരു സാധാരണ ദൂതൻ്റെ ശക്തി. എന്നാൽ ആർക്കേഞ്ചൽ, പ്രധാന ദൂതന്മാരുടെ ശക്തി വായിക്കുമ്പോൾ അത് പ്രൈസ് ഗോഡ് ഇതിനപ്പുറത്താണെന്ന് നമുക്ക് മനസ്സിലാക്കാമെന്നല്ലാതെ തെളിവൊന്നും നമുക്ക് വേദപുസ്തകത്തിനകത്ത് ഇല്ല. പക്ഷെ ഒരു കാര്യം പറയുന്നുണ്ട്: പ്രധാന ദൂതന്മാരിൽ ഒരുത്തനായ മിഖായേൽ വന്ന് ദൈവത്തിന് സ്തോത്രം പാർസി രാജ്യത്തിൻ്റെ പ്രഭുവിനെ കൈകാര്യം ചെയ്തു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. പാർസി രാജ്യത്തിൻ്റെ പ്രഭുവിനെ പ്രധാന ദൂതനായിരിക്കുന്ന മിഖായേൽ കൈകാര്യം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. എപ്പോൾ? ഗബ്രിയേൽ ദൂതൻ ദൈവത്തിന് സ്തോത്രം ദൈവത്തിൻ്റെ ആലോചന ദാനിയേലിന് കൊടുക്കാനുള്ളത് പ്രാപിച്ചിട്ട് സ്വർഗത്തിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം മധ്യാകാശത്ത് വച്ച് പാർസി രാജ്യത്തിൻ്റെ പ്രഭു ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ തടുത്തു നിർത്തി. വേദപുസ്തകം വായിക്കുമ്പോൾ, എഫേസ്യർക്ക് എഴുതിയ ലേഖനം വായിക്കുമ്പോൾ സുവിശേഷകന്മാർ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം പ്രൈസ് ഗോഡ് 6-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ.
പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗവും ധരിച്ചുകൊള്ളുവിൻ. പിന്നെ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമത്രേ. പ്രൈസ് ഗോഡ്. 4 വിധത്തിലുള്ള ശക്തികളോടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, വാഴ്ചകൾ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. For we wrestle not against the flesh and blood but against the principalities, വാഴ്ചകൾ, against the powers, അധികാരങ്ങൾ. ദൈവത്തെ സ്തോത്രം. against the rulers of the darkness of this world, ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികൾ. ഒടുവിലായി പറഞ്ഞിരിക്കുന്നു the spiritual wickedness of the high places, സ്വർഗ്ഗലോകത്തിലെ ദുഷ്ടാത്മ സേനയോടുമത്രേ. പ്രൈസ് ഗോഡ്. ദൈവം തൻ്റെ ദൂതന്മാരെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഏഞ്ചലോളജി പഠിക്കുമ്പോൾ, ദൂതശാസ്ത്രം പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ദൂതന്മാരെ 4 തരമായി തിരിച്ചു. ഒന്ന്, പ്രൈസ് ഗോഡ്, ഏഞ്ചൽസ്. 2, ആർക്കേഞ്ചൽസ്. 3, കെരൂബീസ്. 4, സെറാഫീംസ്. സെറാഫുകളും കെരൂബുകളും ദൂതന്മാരും പ്രധാന ദൂതന്മാരും, അങ്ങനെ 4 ഗ്രൂപ്പായിട്ട് ദൈവം ദൂതസഞ്ചയത്തെ തിരിച്ചു. നിങ്ങൾക്കറിയാമോ, പിശാചും പാരലായിട്ട് വർക്ക് ചെയ്യുക. പിശാച് പാരലായിട്ട് തന്നെ വർക്ക് ചെയ്യുക. പിശാചിൻ്റെ എന്നറിയാമോ, അവൻ്റെ ദൂതസഞ്ചയത്തെ, അവൻ്റെ കൂടെ മത്സരിച്ച് ചാടി പുറപ്പെട്ട ദൂതസഞ്ചയത്തെ അവന് 4 തിരിച്ചാണ് ഭരണം നടത്തുന്നത്. ആ 4 വിഭാഗങ്ങളാണ് പ്രിൻസിപ്പാലിറ്റീസ്, പവേഴ്സ്, റൂളേഴ്സ് ഓഫ് ദിസ് ഡാർക്ക്നെസ് ആൻഡ് ദി വിക്കറ്റ് powers, the wickedness in the high places. Praise God. ഈ 4 വിഭാഗത്തിൽപ്പെട്ട ശക്തികളും ചേർന്നാണ് പിശാചിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ കൊണ്ടുപോകുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ രണ്ടാമത്തെ ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഈ 4 തട്ടിൽ കടന്ന് പ്രവർത്തിക്കുമ്പോൾ അവസാനം പറയുന്നത് സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകൾ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ദാനിയേൽ പ്രവാചകന് ദൈവം കൊടുത്ത മറുപടി. ദാനിയേൽ പ്രവാചകൻ അറിയേണ്ട വിഷയം മോളുടെ കല്യാണം എപ്പോൾ നടക്കുന്നല്ല, മോൻ്റെ പരീക്ഷയ്ക്ക് പാസ്സാകുന്നത് എങ്ങനെയാണെന്നല്ല, മാർക്കത്ര കിട്ടുമെന്നല്ല അറിയേണ്ടത്, ജോലി കിട്ടുമോ എന്നുള്ളതല്ല, പ്രൈസ് ഗോഡ്, വീട് മേടിക്കുമോ എന്നുള്ള, അമേരിക്ക പോകുമെന്നല്ല, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. അവൻ അറിയേണ്ടത് യെരൂശലേമിൻ്റെ വിഷയങ്ങളാണ്. പക്ഷേ ആ വിഷയം തടുത്തു വെച്ചു. പ്രൈസ് ഗോഡ്. ആര് തടുത്തു വെച്ചു? പാർസി രാജ്യത്തിൻ്റെ പ്രഭു. ഇന്ന് ഈ ഭാഗം ഞാൻ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇന്ത്യയിലേക്ക് ദൈവമക്കൾക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് അയക്കുന്ന മറുപടികൾ എൻ്റെയും നിൻ്റെയും കൈവശം വരാതിരിക്കാൻ ഈ അന്തരീക്ഷത്തിൽ പിടിച്ചു വയ്ക്കുന്ന ശക്തികളുണ്ട്. എന്നാൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് മിഖായേൽ ദൂതനെ അയച്ച ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് എനിക്കുള്ള മറുപടി പിടിച്ചു വച്ചിരിക്കുന്ന ദേശാധിപതികളുടെ ബന്ധനങ്ങളെ അറുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തിന് സ്തോത്രം, നിൻ്റെ ജീവിതത്തിൽ തടഞ്ഞു വച്ചിരിക്കുന്ന നന്മകൾ, ശത്രു പിടിച്ചു വച്ചിരിക്കുന്ന നന്മകൾ ഇന്ന് രാത്രി പൊട്ടി നിന്റെ കയ്യിൽ വീഴാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, എൻ്റെ നന്മ, എൻ്റെ തന്മ, എൻ്റെ കുടുംബത്തിൻ്റെ നന്മ, എൻ്റെ ജീവിതത്തിൻ്റെ നന്മ, എനിക്കുള്ള നന്മ, ഉടവര ഹതുര ജപന തലകര ഹസ്ന ജബര ശംദർ കൗഡ രഗട. ചില നന്മകൾ ഇന്ന് രാത്രി പിശാച് തടഞ്ഞു വച്ചിരിക്കുന്ന ചില നന്മകൾ ഇന്ന് രാത്രി പൊട്ടി വീഴണം. ഉടവര ഹതുര ജപന ദലമ രഗത ഹസ്തന ജമ്പൽ കൗഡേ രഗത ജഗരക ദഗന ദലബല ഹത്ര നഗര കനകൽ കൗടക രഗത്തിൽ കസ്തര പൗഡേ നഗരം മരകൾ ദുരബൽ കൗഡ രഗടക ജരവ നഗരക സന്ദര അമ്പര പരവ ഷൗഡര ഹത്തുര പരവ സന്ദര. പ്രൈസ് ഗോഡ്. ആമേൻ. ഇത്രയും കൂടി വേണ്ട കേട്ടോ. ഒന്നാം മാസ്റ്റർ കുറച്ച്
പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ചില അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ചിലർ പറയാറില്ലേ, പ്രൈസ് ഗോഡ്, വക്കത്ത് വരെ വന്നതാ, ലാസ്റ്റ് മോമെൻറ്റിൽ തട്ടിപ്പോയി. വക്കത്ത് വരെ വന്നതാ, ലാസ്റ്റ് മോമെൻറ്റിൽ തട്ടിപ്പോയി. പ്രൈസ് ഗോഡ്. ചിലർ പറയും ബിറ്റ്വീൻ കപ്പ് ആൻഡ് ലിപ്സ്. ഇംഗ്ലീഷുകാർ പറയും ബിറ്റ്വീൻ കപ്പ് ആൻഡ് ലിപ്സ്. പ്രൈസ് ഗോഡ്. ലാസ്റ്റ് മോമെൻറ്റ് വരെ വന്നതാ, പക്ഷെ അവസാന നിമിഷം തട്ടിപ്പോയി. ഹല്ലേലൂയ. ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം, അത് നിങ്ങളെ ബാധിക്കുന്നതാണെങ്കിൽ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവത്തിന് നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റെടുക്കണം. ഉദാഹരണം നമ്പർ 1, എക്സാമ്പിൾ നമ്പർ 1. ചിലർ പറയാറുണ്ട്, എനിക്കൊരു ജോലിക്ക് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്തു, ആദ്യത്തെ ഇൻ്റർവ്യൂവിന് പോയി. ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂവിന് പോയി, പ്രൈസ് ഗോഡ്, പാസ്സായി. രണ്ടാമത്തെ ഇൻ്റർവ്യൂവിന് പോയി, അതും പാസ്സായി, പ്രൈസ് ഗോഡ്. റിട്ടൺ ടെസ്റ്റും പാസ്സായി, ഇൻ്റർവ്യൂവും പാസ്സായി. ഫൈനൽ ഇൻ്റർവ്യൂ, ദൈവത്തിന് സ്തോത്രം, ഫൈനൽ ഇൻ്റർവ്യൂ ആണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പോകുന്ന ദിവസം, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ബൈക്കിൽ പോയപ്പം ഒരു ബസ് വന്നതായിട്ട് ഇടിച്ച് കൈയൊടിഞ്ഞ് കാലൊടിഞ്ഞ് ആശുപത്രിയിൽ പോയി. എനിക്ക് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പ്രൈസ് ഗോഡ്. അതല്ലെങ്കിൽ തക്ക സമയത്ത് ഈ ഇവിടുത്തെ കുറച്ചാലും വേണം, ഭയങ്കര ശബ്ദം വേണ്ട, കംഫർട്ടബിൾ അല്ല. പ്രൈസ് ഗോഡ്. അതല്ലെങ്കിൽ മറ്റു ചിലർ പറയും പ്രൈസ് ഗോഡ്, ഇപ്പം താന്നു പോയി. പ്രൈസ് ഗോഡ്. അതല്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഒന്നാമത്തെ ഇൻ്റർവ്യൂ പാസ്സായി, രണ്ടാമത്തെ ഇൻ്റർവ്യൂ പാസ്സായി, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മെറിറ്റിൽ ഞാനായിരുന്നു ഫസ്റ്റ്, പക്ഷേ അവസാന നിമിഷം ഒരുത്തന് മന്ത്രിയുടെ റെക്കമെൻഡേഷൻ വന്നു, എൻ്റെ പോസ്റ്റ് പോയി. കിട്ടുമെന്ന് ഉറപ്പായിട്ടിരുന്ന വിഷയമാണ്, പക്ഷേ കിട്ടിയില്ല, പോയി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇനി മൂന്നാമത്, ദൈവത്തിന് സ്തോത്രം, ഞാൻ അവസാനത്തെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു, പക്ഷേ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, അവസാനത്തെ ഇൻ്റർവ്യൂവിന് അവസാനത്തെ ചോദ്യം, പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുമോ എന്നുള്ളതിൻ്റെ ഡിസൈഡിങ് ഫാക്ടർ. പ്രൈസ് ഗോഡ്. എന്നോടൊരാൾ പറഞ്ഞൊരിക്കൽ, IAS എഴുതിയ വ്യക്തിയാണ്, IPS കിട്ടി. എന്നിട്ട് എപ്പോഴാണ് കിട്ടിയെന്നറിയാമോ? അത് പിന്നെ പറയാം. പ്രൈസ് ഗോഡ്. IAS IPS എഴുതിയ വ്യക്തി എല്ലാം പാസ്സായി, റിട്ടൺ ടെസ്റ്റിന് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. ഇൻ്റർവ്യൂവിന് ചെന്നു. ഇൻ്റർവ്യൂ ചെന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം, ചെയർമാൻ എയർ മാർഷൽ വിർക്ക് എന്ന് പറയുന്ന വ്യക്തിയാണ്. എന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള ആളാണ്. UPSCയിൽ എന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള ചെയർമാനായിരുന്നു വിർക്ക്. ഈ വിർക്കിനൊരു കുഴപ്പമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എയർ മാർഷൽ വിർക്കിനൊരു കുഴപ്പമുണ്ട്. എല്ലാവരുടെ ചോദ്യവും ആൻസർ ചെയ്യുമ്പോൾ പുള്ളി ഇങ്ങനെ നോക്കിയിരിക്കുമ്പം ഒരുത്തൻ തെറ്റായിട്ടുള്ള ആൻസർ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇയാൾക്ക് ഇഷ്ടപ്പെടാത്ത ആൻസർ വന്നാൽ, ഇയാളുടെ കണ്ണ് വിങ്ങി ചെയ്യും. ഇയാളുടെ കണ്ണ് വിങ്ങി ചെയ്താൽ സെലക്ഷൻ പോക്കടിയാണ്. പ്രൈസ് ഗോഡ്. ഇതെല്ലാവർക്കും അറിയാം, പോകുന്നവർക്കും അറിയാം. ഇദ്ദേഹം പോയി ആൻസർ ചെയ്തു. ആദ്യത്തെ ചോദ്യം ആൻസർ ചെയ്തു, കറക്റ്റായിരുന്നു. എയർ മാർഷലിൻ്റെ കണ്ണ് വിങ്ങി ചെയ്തില്ല, തുറിച്ച് പുറത്തോട്ട് ചാടി. രണ്ടാമത്തെ മൂന്നാമത്തെ എല്ലാവരുടെ എല്ലാ ആൻസറുകളും ചെയ്തു. എല്ലാവരും ഹാപ്പിയായി. ഇയാൾ പോകാനങ്ങ് എഴുന്നേറ്റപ്പോൾ ഒരു മെമ്പർ ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെന്ന് ചോദിച്ചു. ആ ചോദ്യം ഇതായിരുന്നു, കോട്ടയം എന്തിനാണ് പ്രസിദ്ധമായത്? കേരളത്തിൽ നിങ്ങളുടെ കോട്ടയം എന്തിന് പ്രസിദ്ധമാണെന്ന് ചോദിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇദ്ദേഹം എന്താണ് മറുപടി പറഞ്ഞതെന്ന് ഞാൻ ഓർക്കുന്നില്ല. പ്രൈസ് ഗോഡ്. ഇയാൾ ആൻസർ പറഞ്ഞതും, അല്ല കഥകളി മറ്റു പറഞ്ഞു, കഥകളിക്ക് പ്രസിദ്ധമാണെന്ന് പറഞ്ഞതും ഇയാളുടെ കണ്ണ് വിങ്ങി. കോട്ടയം വാസ്തവത്തിൽ റബ്ബറിൻ്റെ പ്രസിദ്ധമായ സ്ഥലമാണ് കണക്കനുസരിച്ച്. അത് പറയാൻ പറ്റിയില്ല, പോക്കടിയായിപ്പോയി, സെലക്ഷൻ പോയി. അതേ വ്യക്തിക്ക് പിന്നത്തേതിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുത്ത ആലോചന അനുസരിച്ച് രക്ഷയുടെയും സ്നാനത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും അനുഭവം ഏറ്റെടുത്തപ്പോൾ അതേ ബോർഡിൽ തന്നെ പിറ്റേ പ്രാവശ്യം പാസ്സാവുകയും ചെയ്തു.
ഞാൻ ഇത്ര പറയുന്നുള്ളൂ. അവസാനത്തെ ഒരു ചോദ്യമിട്ട് നിന്നെ കുഴപ്പിച്ച് നിൻ്റെ ജീവിതത്തിൽ വരുന്ന നന്മ ലാസ്റ്റ് മോമെൻറ്റിൽ തട്ടിപ്പോകുന്നെങ്കിൽ മനസ്സിലാക്കണം, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഏതോ ദുഷ്ടശക്തികളുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇനി രണ്ടാമതൊരു ഉദാഹരണം, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. ഒരു ഓർഡർ, ഒരു കച്ചവടക്കാരനൊരു ഓർഡർ, നല്ല എമൗണ്ടിൻ്റെ ഒരു ഓർഡർ, അത് കിട്ടിയാൽ പ്രൈസ് ഗോഡ്. സച്ചിൻ ഇത് എന്തേ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ശരിയാവുന്നില്ല. ഇപ്പോൾ ഉച്ചക്കൊക്കെ ശരിയാണ്, ഇപ്പം എന്നാ പറ്റിയതിന്? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇതൊരു പോരാട്ടമാണ്. ഇതൊക്കെയാണ് പോരാട്ടം എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങൾ ശരിയാകുന്നില്ല, വോൾട്ടേജിൻ്റെ കുഴപ്പമില്ല, വോൾട്ടേജിൻ്റെ കുഴപ്പമല്ല, എന്നാലും നോക്ക്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ദൈവമക്കളെ, എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ഞാനും നിങ്ങളും അനുഭവിക്കേണ്ട സകല നന്മകളുടെയും ഇടയ്ക്ക് വെച്ച് പിശാച് തടുത്ത് കളയുന്നെങ്കിൽ ചില മുടങ്ങിപ്പോയ ഓർഡറുകൾ, കിട്ടാനുള്ള ഓർഡറുകൾ വക്കത്ത് വന്നു, എല്ലാ ബോർഡും പാസ്സാക്കി, എല്ലാം ഇനി ഓർഡർ അടിച്ചു തന്നാൽ മതി എന്ന് വിചാരിക്കുമ്പോൾ അവസാന നിമിഷം അതെല്ലാം ക്യാൻസലാകത്തക്കവണ്ണം ടെൻഡർ ക്യാൻസലാക്കി, അവൻ ഓർഡർ ക്യാൻസലാക്കി. അവന് പ്രൈസ് ഗോഡ്, എനിക്കത് പ്രയോജനപ്പെടാതെ പോയി. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇത് കച്ചവടത്തിൻ്റെ കാര്യം, ഇനി ചില വിവാഹ കാര്യങ്ങൾ എല്ലാം ശരിയായി, അവസാന നിമിഷം വരെ വന്നു, എങ്ങനെയോ തട്ടിപ്പോയി. ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കണം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിനക്കുള്ള നന്മ മധ്യാകാശത്ത് വെച്ച് തടുത്ത് കളഞ്ഞ ശക്തി, സ്വർലോകത്തിലെ ദുഷ്ടാത്മശക്തി മറിച്ചു കളഞ്ഞ ശക്തി ഇന്ന് രാത്രി പിന്നെയും ചിലത് പിടിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ശക്തിയോടെ ആരാധിച്ചാട്ട് ഇന്ന് പകൽക്കാലം എൻ്റെയും നിൻ്റെയും ജീവിതത്തിലേക്ക് ദൈവകൃപ വരട്ടെ. ശത്രു തടഞ്ഞു വെച്ച നിന്റെ ജീവിതത്തിലെ നന്മ, നീ പ്രാപിക്കേണ്ട നന്മ, നീ ഏറ്റെടുക്കേണ്ട നന്മ, ഓ രീബ ബാല റൗഡ റംദര ഹസ്സന ഗൗഡ. കർത്താവേ, ഇന്ന് രാത്രി ഐ റിലീസ് ബൈ ദ പവർ ഓഫ് വേർഡ്, ഐ റിലീസ് ബൈ ദ പവർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. എൻ്റെ ദൈവമേ, ഇന്ന് രാത്രി ഒരു വിടുതലിൻ്റെ രാത്രിയാകണമേ. ഇന്ന് രാത്രി ഒരു വിടുതലിൻ്റെ രാത്രിയാകണമേ. ഇന്ന് രാത്രി ഒരു സൗഖ്യത്തിൻ്റെ രാത്രിയാകണമേ. ഇന്ന് രാത്രി ഞങ്ങളുടെ ഒരു അനുഗ്രഹത്തിൻ്റെ രാത്രിയാകണമേ. ഇന്ന് രാത്രി ഞങ്ങളുടെ ജീവിതത്തിൽ ശത്രു തടഞ്ഞു വെച്ചത് ഞങ്ങൾ പിടിച്ചു പറ്റുന്ന രാത്രിയാകണമേ. ഉടബല ഹദ്ര ജപന ദലമാരകടക ജഗരക ദലബല ഹർത്തല ബൗഡ അസാരകുദേ ജനബര ഹെന്തേ രൈര ചരകൽ കൗഡര ഘടക അർത്തര ബൗഡ ശംബര ബൗഡ ഹന്തര ബര. ആമേൻ. അപ്പം ഇന്ന് രാത്രി ഗബ്രിയേൽ ദൂതൻ എവിടെ വരണം? നിൻ്റെ മുമ്പിൽ വന്ന് പ്രൈസ് ഗോഡ്. വേദപുസ്തകത്തിനകത്ത് 5 സ്ഥാനത്ത് ഗബ്രിയേൽ വന്നിട്ടുണ്ട്. അതിലൊന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ദൈവസ്തോത്രം. ഇനി ഒരു ഭാഗം ഇന്നത്തെ ചിന്തയോടനുബന്ധിച്ച് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 19-ാം വാക്യം 11-ാം വാക്യം. ലൂക്കോസ് 1-ാം അധ്യായം 11-ാം വാക്യം. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി. കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി. താഴോട്ട് വായിച്ചു. സെഖര്യാവ് അവനെ കണ്ട് ഭ്രമിച്ച് ഭയപരവശനായി. സെഖര്യാവ് അവനെ കണ്ട് ഭ്രമിച്ച് ഭയപരവശനായി. അടുത്തത്, ദൂതൻ അവനോട് പറഞ്ഞത് സെഖര്യാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവന്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും. പ്രൈസ് ഗോഡ്. സന്തോഷമുള്ളൊരു വാർത്ത, ഉല്ലാസമുണ്ടാക്കാൻ പറ്റിയൊരു വാർത്ത. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എത്ര നാൾ ഇവർ പ്രാർത്ഥിച്ചെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാൽ പുറകോട്ട് വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിച്ചേ. അല്ല 1-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ.
ലൂക്കോസ് 1:5 മുതൽ. യഹൂദ്യ രാജാവായ ഹെരോദാവിന്റെ കാലത്ത് അബിയാക്കൂറിൽ സെക്രിയാവ് എന്നൊരു പേരുള്ളൊരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അവന്റെ ഭാര്യ അഹരോന്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിസബeth എന്ന പേർ. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു. എഴുതിയിരിക്കുന്നത് ഇവർ ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവർ, പിന്നെ കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. ഇവർക്ക് കുറ്റം പറയാനില്ലാത്ത ഒരു സാക്ഷ്യമുണ്ടായിരുന്നു. നീതിയുള്ളവരായിരുന്നു, സകല കൽപ്പനകളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരായിരുന്നു. പ്രൈസ് ഗോഡ്. പക്ഷേ ഹല്ലേലൂയ, അടുത്ത വാക്യം. എലിസബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതി ഇല്ലാഞ്ഞു. ഇരുവരും വയസ്സ് ചെന്നവരുമായിരുന്നു. എലിസബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതി ഇല്ലായിരുന്നു. ഇരുവരും വയസ്സ് ചെന്നവരും ആയിരുന്നു. പ്രൈസ് ഗോഡ്. എന്ന് പറഞ്ഞാൽ വയസ്സ് ചെന്നവരെന്നുള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കണം. എന്തിനാണെന്നറിയാമോ? കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള പ്രായം കഴിഞ്ഞവരായിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇനി അടുത്ത വായിക്കാം. അവൻ കൂറിന്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിന്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് നറുക്കു വന്നു. പ്രൈസ് ഗോഡ്. അടുത്ത വാക്യം കൂടെ ഒന്ന് തുടങ്ങി വെച്ചാൽ മതി. ധൂപം കാട്ടുന്ന നാഴികയിൽ ദൈവമക്കളെ, ദൈവസന്നിധിയിൽ കുറ്റമില്ലാതെ നടന്നവർ, എല്ലാ കൽപ്പനകളും അനുസരിക്കുന്നവർ, നീതിയുള്ളവർ. പ്രൈസ് ഗോഡ്. പക്ഷേ അവർക്കൊരു തലമുറയില്ല. എന്നിട്ടും അനേകരെ പുച്ഛിക്കുന്ന, അനേകരെ പരിഹസിക്കുന്ന, അനേകരെ നിന്ദിക്കുന്ന അനുഭവം ഉണ്ടായിട്ടും ദൈവസന്നിധിയിൽ ചെന്ന് ശുശ്രൂഷ, ആമേൻ, അവർക്കുള്ള ശുശ്രൂഷ മുടക്കിയില്ല. ഇന്ന് രാത്രി എനിക്കത് കിട്ടിയില്ല, എനിക്ക് ഇത് കിട്ടിയില്ല, എൻ്റെ കാര്യത്തിന് നടപ്പുണ്ടായില്ല, എൻ്റെ മകളുടെ കല്യാണം നടന്നില്ല, എനിക്കൊരു ജോലി കിട്ടിയിട്ടില്ല, ഞാൻ ബിസിനസ് ചെയ്തിട്ട് പരാജയപ്പെട്ടു, എൻ്റെ വീട് ശരിയാകുന്നില്ല, സ്ഥലം മേടിക്കൽ ശരിയാകുന്നില്ല, ആധാരം നടക്കുന്നില്ല, ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ചെല്ലേണ്ട സമയത്ത് മാറി നിന്നാൽ ആർക്ക് നഷ്ടം? നിനക്ക് നഷ്ടം സെക്കരിയാവേ. എന്നാൽ പിടിച്ചു നിന്നാൽ ആർക്ക് ലാഭം? സെക്കരിയാവേ, നിനക്ക് ലാഭം. മനസ്സിലായോ? ഒന്നും പ്രയോജനമില്ലാഞ്ഞിട്ടും അവരെവിടെ നിന്ന് പോയില്ല? ശുശ്രൂഷയിൽ നിന്ന് പോയില്ല, പ്രാർത്ഥന നിർത്തിയില്ല. പ്രൈസ് ഗോഡ്. അങ്ങനെ ദൈവസന്നിധിയിൽ പിടിച്ചു നിന്ന സമയത്ത് അടുത്ത വാക്യം. ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹം ഒക്കെയും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അടുത്തത്. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി. എത്രയോ വർഷങ്ങൾ വീണ്ടും വീണ്ടും വന്ന് ശുശ്രൂഷിച്ച സ്ഥലമാണ്. എത്രയോ പ്രാവശ്യം ആലയത്തിന്റെ അകത്ത് ധൂപം കാട്ടിക്കൊണ്ട് കൂറിന്റെ ക്രമപ്രകാരം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സെക്കരിയാവ് വന്നിട്ടുണ്ട്. അന്നൊന്നും കാണാത്തൊരു കാഴ്ച അന്ന് കണ്ടു. എത്ര പ്രാവശ്യം വന്നിട്ടാണെന്ന് അറിയത്തില്ല, എത്ര പ്രാർത്ഥിച്ചിട്ടാണെന്ന് അറിയത്തില്ല, എത്ര ഉപവസിച്ചിട്ടാണെന്ന് അറിയത്തില്ല. അന്നൊരു കാഴ്ച പ്രത്യേകമായി കാണാനിടയായി തീർന്നു. ഇന്നിവിടെ ആലയത്തിൽ വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, കഴിഞ്ഞ നാളുകൾ നീ കാണാത്ത ചിലത്, കഴിഞ്ഞ നാൾ നീ കേൾക്കാത്ത ചിലത് ഇന്ന് രാത്രി കേൾക്കുവാൻ തക്കവണ്ണം ദൈവം പ്രസാദിച്ചാൽ, അബ്രഹാമിനെ സഹായിച്ച ദൈവം, സെക്കരിയാവിനോട് സംസാരിച്ച ദൈവം നിന്നോട് 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 സംസാരിക്കും. ഉടബല ഹദുര ജബന ദഹന്തേ അപുരാജക നന്ദല ഹട്ടൽ കൗടാരക ബബസിയ. നീ കേട്ടിട്ടില്ലാത്ത ശബ്ദം, കണ്ടിട്ടില്ലാത്ത കാഴ്ച ഇന്ന് രാത്രി കാണണം. യേശുവിൻ്റെ നാമത്തിൽ തടസ്സങ്ങൾ മാറട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ചില തടസ്സങ്ങൾ മാറട്ടെ. നാളുകളായി തടഞ്ഞു കിടക്കുന്നത് മാറട്ടെ. നാളുകളായി മുടങ്ങിക്കിടക്കുന്നത് മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തടുത്തു വച്ചത് പിടിച്ചെടുക്ക്. യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. പ്രൈസ് ഗോഡ്. കർത്താവ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവൻ്റെ കോപ്പ് കവർന്നു കളയാൻ സാധ്യമല്ല.
എന്നാൽ ബലവാനെ പിടിച്ചു കെട്ടിയാൽ അടുത്തത് കോപ്പ് തിരിച്ചെടുക്കാമെന്നല്ല, അവനെ കൊള്ള ചെയ്യാമെന്ന്. യു ക്യാൻ ലൂട്ട് ഹിം. നാളുകളായി ഒരു സാധനമല്ല പിടിച്ചു വച്ചേക്കുന്നത്, 2 സാധനമല്ല പിടിച്ചു വച്ചിരിക്കുന്നത്, 3 പിടിച്ചു വച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അവനിങ്ങനെ അനേകരുടെ ഇങ്ങനെ പിടിച്ചു വച്ചിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ നമ്മൾ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു കാര്യം വായിക്കുന്നുണ്ട്, നോക്കി. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, 9-ാം വാക്യം. ഏലാം രാജാവായ കെദർലായോമർ, ജാതികളുടെ രാജാവായ തീദോൽ, ശിനാർ രാജാവായ അമ്രാഫൽ, എലാസാർ രാജാവായ അരിയോക്ക് എന്നിവരുടെ നേരെ പട നിരത്തി. കെദർലായോമർ, തീദാൽ, അമ്രഫോൽ, അരിയോക്ക് എന്നിവരുടെ നേരെ പട നിരത്തി. 4 രാജാക്കന്മാർ 5 രാജാക്കന്മാരുടെ നേരെ. എന്നിട്ട് സിദ്ധിയും താഴ്വരയിൽ കീൽക്കുഴികൾ വളരെ ഉണ്ടായിരുന്നു. സൊദോം രാജാവും ഗൊമോര രാജാവും ഓടിപ്പോയി അവിടെ വീണു. ശേഷിച്ചവർ പർവ്വതത്തിലേക്ക് ഓടിപ്പോയി. സൊദോമിലും ഗൊമോരയിലുമുള്ള സമ്പത്തും ഭക്ഷണ സാധനങ്ങളുമെല്ലാം അവർ എടുത്തുകൊണ്ടുപോയി. അബ്രാമിന്റെ സഹോദരന്റെ മകനായി സൊദോമിൽ പാർത്തിരുന്ന ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും അവർ കൊണ്ടുപോയി. സകലതും കൊണ്ടുപോയി. പിന്നെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, താഴോട്ട് വായിച്ചേ. ഓടിപ്പോന്ന ഒരുത്തൻ വന്ന് എബ്രായനായ അബ്രാമിനെ അറിയിച്ചു. അവൻ എസ്കോലിന്റെയും ആനേറിന്റെയും സഹോദരനായി അമോര്യനായ മമ്രയുടെ തൊപ്പിൽ പാർത്തിരുന്നു. അപ്പൊ ജയിച്ചവൻ എന്ത് ചെയ്തു? തോറ്റവന്റെ കൊണ്ടുപോയി. 4 രാജാക്കന്മാർ 5 രാജാക്കന്മാരെ തോപ്പിച്ച് സ്വത്ത് മുഴുവൻ എടുത്തുകൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ പോകുന്നവരുടെ കയ്യിൽ എത്ര രാജാക്കന്മാരുടെ സ്വത്തുണ്ട്? 9 രാജാക്കന്മാരുടെ സ്വത്തുണ്ട്. യുദ്ധം ജയിച്ച് ബലമായിട്ട് പോവുകയാണ്. എന്നാൽ അന്ന് രാത്രി, അടുത്ത വാക്യം, തന്റെ സഹോദരനെ ബദ്ധനാക്കി കൊണ്ടുപോയി എന്ന് അബ്രാം കേട്ടപ്പോൾ അവൻ തന്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ 318 പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ പിന്തുടർന്നു. രാത്രിയിൽ അവനും അവന്റെ ദാസന്മാരും അവരുടെ നേരെ ഭാഗം ഭാഗമായി പിരിഞ്ഞു ചെന്ന് അവരെ തോൽപ്പിച്ച് ദമ്മേശെക്കിന്റെ ഇടത്തുഭാഗത്തുള്ള ഹോബ വരെ അവരെ പിന്തുടർന്നു. എന്നിട്ട് അവൻ സമ്പത്തൊക്കെയും മടക്കിക്കൊണ്ടുവന്നു. മടക്കിക്കൊണ്ടുവന്നു. ആ സമ്പത്തെന്ന് പറയുന്നത് 9 രാജാക്കന്മാരുടെ സമ്പത്ത് അവന് മടക്കിക്കൊണ്ടുവന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം, 4 രാജാക്കന്മാർ ചേർന്ന് 5 രാജാക്കന്മാരെ അവൻ സംഹരിച്ച് അവരുടെ സമ്പത്ത് 4 രാജാക്കന്മാരുടെ സമ്പത്തും 9 സമ്പത്തുമായി ജയാളികളായി പോകുമ്പോൾ നിന്റെ വീട്ടിൽ ജനിച്ചു വളർന്ന വെറും 318 പേരെ കൊണ്ട് അബ്രഹാമേ നിന്നെ യുദ്ധം ജയിക്കത്തക്കവണ്ണം, അവരെ പിടിച്ചു കെട്ടി അവരുടെ കോപ്പ് കവർന്നു കളയത്തക്കവണ്ണം, അവരെ കൊള്ള ചെയ്യത്തക്കവണ്ണം അധികാരപ്പെടുത്തുന്ന ദൈവകൃപയെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രി അടങ്ങിയിരിക്കരുത്. നിന്റെ കയ്യിലുള്ളതുമായി, നിന്റെ കയ്യിലുള്ള ആയുധവുമായി, നിന്റെ കയ്യിലുള്ള സൈന്യവുമായി, നിന്റെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതുമായി എഴുന്നേറ്റ് പുറപ്പെട്. ഉടബല, ഹതുര, ജബന, ദലക. ഇന്ന് രാത്രി ശത്രുവിനെ തോൽപ്പിച്ച് ഞങ്ങളുടെ കൊള്ളകൾ തിരിച്ചു പിടിക്കുന്ന ഒരു വലിയ രാത്രിയാകട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ദൈവമക്കളെ, ഇപ്പോൾ അബ്രഹാമിൻ്റെ അടുക്കൽ 9 രാജാക്കന്മാരുടെ സമ്പത്തുണ്ട്. ഇതെങ്ങനെ കിട്ടിയെന്നറിയാമോ? അത് കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾക്ക് ഇന്ന് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നത്. ദൈവത്തിന് സ്തോത്രം. അവരിൽ ഓടിപ്പോയ ഒരുവൻ, ആ വാക്യം വായിച്ചേ, 13-ാം വാക്യം. ഓടിപ്പോന്ന ഒരുത്തൻ വന്ന് എബ്രായനായ അബ്രാമിനെ അറിയിച്ചു. എന്തോ അറിയിച്ചു? അവൻ എസ്കോലിന്റെയും ആനേറിന്റെയും സഹോദരനായി. എന്തോ അറിയിച്ചു? അതിന്റെ മുകളിലുണ്ടെന്ന് തോന്നുന്നു. അതിന്റെ 12 വായിച്ചേ. അബ്രാമിന്റെ സഹോദരന്റെ മകനായി സൊദോമിൽ പാർത്തിരുന്ന ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും അവർ കൊണ്ടുപോയി. അബ്രഹാമിനോട് പറഞ്ഞത് ഇതാണ്. പ്രൈസ് ഗോഡ്. ഈ 5 രാജാക്കന്മാരുടെയും 4 രാജാക്കന്മാരുടെയും ചരിത്രമൊന്നും പറഞ്ഞില്ല, 9 രാജാക്കന്മാരുടെ ചരിത്രവും പറഞ്ഞില്ല. ഓടി വന്ന് ഒരുത്തൻ പറഞ്ഞു, അബ്രഹാമേ നിന്റെ ആരാ? സഹോദരൻ്റെ മകൻ, നിന്റെ ഫസ്റ്റ് കസിൻ സോദോമിലൊരുത്തൻ താമസിക്കുന്നുണ്ടോ? അബ്രഹാം, ഉണ്ട്. ആരാ? അവൻ്റെ പേരെന്നാന്നറിയാമോ? ലോത്ത്. അവൻ എന്നാ പറ്റി? പോയടോ. അവൻ്റെ കുടുംബവും സമ്പത്തും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും സകലത്തിനെയും. അബ്രഹാം ചോദിച്ചു കാണും, ആര് കൊണ്ടുപോയി? പ്രൈസ് ഗോഡ്. പറഞ്ഞു,
4 രാജാക്കന്മാരെ തോൽപ്പിച്ച് 4 രാജാക്കന്മാർ 5 രാജാക്കന്മാരെ തോൽപ്പിച്ച് കൊണ്ടുപോയിടോ. പ്രൈസ് ഗോഡ്. എന്തു ചെയ്യും? നമ്മളാണെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാമോ? എന്തോ ചെയ്യും? നമ്മളാണെങ്കിൽ എന്തോ ചെയ്യും? പ്രൈസ് ഗോഡ്. അബ്രഹാം പറഞ്ഞില്ലെങ്കിലും സാറാ കൊച്ചമ്മ പറയും. എന്താ പറയുന്നറിയാമോ? ദൈവത്തിൻ്റെ നീതിയെ പണ്ടേ അവനെ കൊണ്ടുപോകേണ്ടതായിരുന്നു. വഴക്കിട്ട് 13-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഇങ്ങനെ അബ്രാമും ഭാര്യയും അവനുള്ളതൊക്കെയും അവനോടുകൂടെ ലോത്തും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് തെക്കേ ദേശത്ത് വന്നു. കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രാം ബഹുസമ്പന്നനായിരുന്നു. അവൻ തന്റെ യാത്രയിൽ തെക്ക് നിന്ന് ബേഥേൽ വരെയും ബേഥേലിനും ഹായിക്കും മധ്യേ തനിക്ക് ആദിയിൽ കൂടാരമുണ്ടായിരുന്നതും താൻ ആദിയിൽ ഉണ്ടാക്കിയ യാഗപീഠം ഇരുന്നതുമായ സ്ഥലം വരെയും ചെന്നു. അവിടെ അബ്രാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. എന്നിട്ട് അബ്രാമിനോട് കൂടെ വന്ന ലോത്തിനും ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അവർ ഒന്നിച്ച് പാർപ്പാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചുകൂടാഞ്ഞു. സമ്പത്ത് വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് ഒന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല. ഈ സമ്പത്ത് വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒന്നിച്ച് പാർക്കാൻ സാധിച്ചില്ല. അതൊക്കെ പറഞ്ഞാൽ വേറെ വിഷയം. അതുകൊണ്ട് എന്നിട്ട് അബ്രാമിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി. അപ്പോ കനാന്യരും പെരിസരും അന്ന് ദേശത്ത് പാർത്തിരുന്നു. അതുകൊണ്ട് അബ്രാം ലോത്തിനോട്, എനിക്കും നിനക്കും എന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുതേ, നാം സഹോദരന്മാരല്ലോ. ഈ ഒരു പ്രമാണം എത്ര പേരുടെ മനസ്സിലുണ്ട്? എനിക്കും നിനക്കും തമ്മിൽ പിണക്കമുണ്ടാകരുത്, നാം സഹോദരന്മാരല്ലോ. ദൈവമക്കളെ, യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ കഴിയേണ്ട വിശ്വാസികൾ ഇന്ന് തമ്മിൽ തല്ലി, തമ്മിലടിച്ച്, തല കീറി, പ്രശ്നത്തിൻ്റെ പുറത്ത് പ്രശ്നമുണ്ടാക്കിക്കൊണ്ട് ജീവിക്കുമ്പോൾ, പ്രൈസ് ഗോഡ്, അബ്രഹാം പറഞ്ഞത് ഓർമ്മ വേണം. നമുക്ക് തമ്മിൽ പിണക്കമുണ്ടാകരുത്, നാം തമ്മിൽ സഹോദരന്മാരല്ലോ. അടുത്ത വാക്യം കൂടെ വായിച്ചേ. ദേശമെല്ലാം നിന്റെ മുമ്പാകെ ഇല്ലയോ? എന്നെ വിട്ടുപിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം. നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പൊക്കൊള്ളാം. നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ ലോത്ത് നോക്കി, യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സൊദോമിനെയും ഗൊമോരയെയും നശിപ്പിച്ചതിന് മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെയും സോവർ വരെ മിസ്രയീം ദേശം പോലെയും ആയിരുന്നു. ലോത്ത് എന്ത് ചെയ്തെന്നറിയാമോ? നീ ഇടത്തോട്ടെങ്കിൽ വലത്തോട്ട്, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്. ചോയ്സ് നിനക്കാണെന്ന് കേൾക്കാൻ കാത്തിരുന്നു. നോക്കിയിട്ട് ഏറ്റവും നല്ലത് തിരഞ്ഞെടുത്തു. പ്രൈസ് ഗോഡ്. ഏറ്റവും നല്ലത് തിരഞ്ഞെടുത്തു. കംപ്ലൈൻറ്റ് ആര് പറയണം? അബ്രഹാം പറയണം. പറഞ്ഞില്ല. ദേശത്തെ ഏറ്റവും നല്ല ഭാഗം തിരഞ്ഞെടുത്ത് തൻ്റെ അവകാശം കൊണ്ടുപോയി. പ്രൈസ് ഗോഡ്. പണ്ട് ഞാൻ ഒരു കഥ ഇവിടെ പറഞ്ഞെന്ന് എനിക്ക് ഓർമ്മയുണ്ടെന്ന് അറിയത്തില്ല. 2 ചേട്ടനെമാർ, ഒരു വീട്ടിൽ ഒരു അപ്പന് 2 മക്കളാണ്. കൊച്ചു പിള്ളേരായിരിക്കുമ്പം അപ്പൻ എന്നും ഒരു പൊതിയും കൊണ്ടുവരും. ചില വീടുകളിലൊക്കെ ഉണ്ട്, മിഠായി ആണെങ്കിലും എന്തെങ്കിലും ഒരു പൊതിയുമായിട്ട് വരും. പ്രൈസ് ഗോഡ്. അപ്പം പോയി വരുമ്പോൾ പിള്ളേരിങ്ങനെ കാത്തു നിൽക്കുക. അപ്പം പഠിക്കുക എത്തിയാൽ മതി, ഓടിച്ചെന്ന് പൊതി മേടിക്കും. പ്രൈസ് ഗോഡ്. ഒരു ദിവസം അപ്പനൊരു പൊതിയുമായിട്ട് വന്നു. മേടിച്ചു കൊണ്ടുവന്നത് 2 ആപ്പിളാണ്. പെട്ടെന്ന് ബസ്സിൽ കയറുന്ന സമയത്ത് 1/2 കിലോ ആപ്പിൾ തരാൻ പറഞ്ഞു. ആപ്പിളുകാരൻ എന്തെന്ന് അറിയാം, ഒരു വലിയൊരു ആപ്പിൾ എടുത്ത് തൂക്കം തയ്ക്കാൻ വേണ്ടി ഒരു ചെറുതൂടെ എടുത്തു വെച്ചു. 2 ആപ്പിളിൻ്റെ പൊതിയും കൊണ്ട് അപ്പം വന്നു. മക്കളത് കണ്ടു, ഓടിച്ചെന്നു. ആദ്യം ആരോടിച്ചെന്നുണ്ടാവും? ഇളയവനോ മൂത്തവനോ? എന്തോ കാര്യം അറിയാം. അപ്പം പ്രൈസ് ഗോഡ്. ഇളയവൻ ഓടിച്ചെന്ന് പൊതി മേടിച്ചു. പൊതി തുറന്നു നോക്കിയപ്പോൾ 2 ആപ്പിളുണ്ട്. ഇവൻ ഏതെടുക്കും? ലോത്തിൻ്റെ അതേ സ്വഭാവം. അവൻ ആ മുഴുത്ത സാധനം എടുത്ത് അങ്ങനെ കടിച്ച് തിന്നുകൊണ്ട് വരുമ്പോൾ പാവൻ ചേട്ടച്ചാര് വരുന്നു, കടിഞ്ഞു പൊട്ടനാണ്. ഈ വരുന്ന വരവിന് ചേട്ടാ നിൻ്റെ പിടിച്ചോ എന്ന് പറഞ്ഞാൽ അവനും കൊടുത്തു. അവൻ നോക്കിയപ്പോൾ നാരങ്ങയുടെ അത്ര ഉള്ള, ഒരു ചെറുനാരങ്ങയുടെ അത്ര ഉള്ള ഒരെണ്ണം. മറ്റവൻ മത്തങ്ങ പോലത്തെ തിന്നുകൊണ്ടിരിക്കുക. പ്രൈസ് ഗോഡ്. ചേട്ടച്ചാര് വിചാരിച്ചു അപ്ലോ പോയി, എന്നാൽ ഇവനെ ഇച്ചിരി ഉപദേശങ്ങൾ കൊടുക്കാമെന്ന് വിചാരിച്ച് പ്രൈസ് ഗോഡ് അനിയനോട് പറഞ്ഞടാ, നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെയല്ല ചെയ്യുന്നത്. ചെറുത് ഞാനെടുത്ത് വലുത് നിനക്ക് തരുമായിരുന്നു. അവൻ പറഞ്ഞു ഇപ്പം അങ്ങനെയല്ലേ കിട്ടിയേക്കുന്നത്, പിന്നെ എന്തിനാ ബഹളം ഉണ്ടാക്കുന്നത്? എൻ്റെ ദൈവമക്കളെ, നിനക്കൊരു ചോയ്സ് കിട്ടിയാൽ, ഒരു ചാൻസ് കിട്ടിയാൽ, പ്രൈസ് ഗോഡ്, മുന്തിയതും വലുതും മെത്തരമായതും തിരഞ്ഞെടുക്കുന്നതിന് പകരം എനിക്ക് ബാക്കിയുള്ളത് മതിയെന്ന് പറയുവാൻ, നീ എടുത്തിട്ട് ബാക്കിയുള്ളത് മതിയെന്ന് പറയുവാൻ സന്മനസ്സുണ്ടെങ്കിൽ കരമുയർത്തി സ്തോത്രം ചെയ്ത് ആരാധിക്കാമോ? കൈവയ്ക്കൊരു സൂക്ഷിക്കണേ. വീട്ടിൽ വീതം വയ്ക്കുന്ന സമയത്ത് പൊട്ടക്കുഴിയും പാറസ്ഥലവും വരണ്ട സ്ഥലവും മരുഭൂമിയും തരിശും
എനിക്ക് തന്നിട്ട് അവൻ തട്ടിയെടുത്തെന്ന് പറയല്ലേ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ലോത്ത് നീരോട്ടമുള്ളത് തിരഞ്ഞെടുത്തെന്ന് വരികിലും അതിനധികം ആയുസ്സുണ്ടായില്ല. ലോത്തിൻ്റെ കണ്ണുകൊണ്ട് കാണേണ്ടി വന്നു. ആകാശത്തു നിന്ന് തീയും ഗന്ധകവും വർഷിപ്പിച്ച് അവൻ തിരഞ്ഞെടുത്തത് ചാരമായി മാറി. എന്നാൽ ഇന്ന് ഞാൻ പറയട്ടെ, അബ്രഹാമിന് ബാക്കി കിട്ടിയത് 14-ാം വാക്യം അതേ അധ്യായത്തിൽ. ലോത്ത് അബ്രാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രാമിനോട് അരുളി ചെയ്തത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. അബ്രഹാമേ, നീ തലപൊക്കി കിഴക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാട്ടും ചുറ്റും നോക്കിക്കോ. എന്നാല് നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. മറ്റവന് തിരഞ്ഞെടുത്തത് ഒരു രാത്രി കൊണ്ട് കത്തിപ്പോയപ്പോൾ ദൈവം നിനക്ക് തരുന്നത് ഇപ്പോൾ വിലയില്ലാത്തതായി തോന്നിയാലും, ഇപ്പോൾ പ്രയോജനമില്ലാത്തതായി തോന്നിയാലും, നല്ലത് പോയെന്ന് തോന്നിയാലും, നിന്റെ കയ്യിൽ ബാക്കി കിടക്കുന്നത് അത് നിനക്ക് നിന്റെ കുടുംബത്തിനും ശാശ്വത അവകാശമായി തരാൻ കഴിവുള്ള മഹാശക്തിയുള്ള ദൈവമാണ് അബ്രഹാമിന്റെ ദൈവം. നിനക്ക് ലഭിച്ചത് ഏറ്റവും നല്ലതാണെന്ന് കണ്ട് സ്തോത്രം ചെയ്യുക. നിനക്ക് കിട്ടിയിരിക്കുന്നത്, നിന്റെ വീതം കിട്ടിയിരിക്കുന്നത്, നിന്റെ അവകാശം കിട്ടിയിരിക്കുന്നത്, നിന്റെ പിതാക്കന്മാരുടെ അവകാശം കിട്ടിയിരിക്കുന്നത്, നിന്റെ കുടുംബത്തിന്റെ അവകാശം കിട്ടിയിരിക്കുന്നത് ഏറ്റവും നല്ലതാണെന്ന് വിചാരിച്ച് സ്തോത്രം ചെയ്തു കേട്ടോ. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അവകാശം ഉള്ളതിലേക്ക് മെച്ചമാണെന്ന് വിചാരിച്ച് സ്തോത്രം ചെയ്തു. അബ്രഹാമിൻ്റെ കാലം അങ്ങോട്ട് കഴിഞ്ഞു. 4 തലമുറ കഴിഞ്ഞപ്പോൾ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അബ്രഹാമിന് കിട്ടിയ ദേശത്തെക്കുറിച്ച്, ലോത്തിൻ്റെ ദേശം തകർന്ന് തരിപ്പണമായി പോയപ്പോൾ ദൈവത്തിന് സ്തോത്രം, അബ്രഹാമിന് വീണ് കിട്ടിയ സ്ഥലത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്നാണെന്നറിയാമോ? ആവർത്തന പുസ്തകം 8-ാം അധ്യായം ദൈവത്തിന് സ്തോത്രം 7-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. കണ്ടോ, ഐറ്റിപ്പഴയായിട്ട് തിരഞ്ഞെടുത്തിട്ട് ബാക്കി കിട്ടിയ പേട്ട് സ്ഥലമാണ് ഇപ്പൊ പറയുന്നു. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന, താഴ്വരയിൽ നിന്നും മലകളിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളുമുള്ള ദേശം. അടുത്തത് കോതമ്പും യവവും മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരകവും ഉള്ള ദേശം. ഒലിവ് വൃക്ഷവും തേനും ഉള്ള ദേശം. സുഭിക്ഷമായി ഉപജീവനം കഴിയാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം. ആ ദേശം ഏതാണെന്ന് അറിയാമെങ്കിൽ ഒരു സ്തോത്രം ചെയ്തേ. അബ്രഹാമിൻ്റെ സന്തതിക്ക് 4000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും പാലും തേനും ഒഴുകുന്ന ദേശമെന്നറിയപ്പെടുന്ന ആ ദേശം ഇന്നും ശാശ്വത അവകാശമായി കൊടുത്ത സ്വർഗത്തിലെ ദൈവം ജീവിക്കുന്നു. നിനക്ക് ബാക്കിയെ കിട്ടിയുള്ളെങ്കിലും, നല്ലത് നഷ്ടപ്പെട്ടു പോയെങ്കിലും ഇന്ന് രാത്രി ഭയപ്പെടല്ലേ. നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും നല്ലത്. നിനക്ക് കിട്ടിയതിനെ നന്മയാക്കി മാറ്റുവാൻ, നിന്റെ കൈവശം വന്നതിനെ നന്മയാക്കി മാറ്റുവാൻ, നിനക്ക് ബാക്കി കിട്ടിയതിനെ നന്മയാക്കി മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവം മതിയായവനാണ്. അമ്പാരൗടാരകഥാജലമാരകതക സന്തര ബൗഡകര പക്ഷേ അപ്പൽ കൗഡേ സകനാ ജനമൽ കഥനകരാധ ജനതല ഹത്തര ബൗഡര ഹത്തര ബൗഡ ഷാംബ ഖബറ ജനമാരകതക ജനത. ഹല്ലേലൂയ. എനിക്കറിയാവുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഇതുപോലെ ചേട്ടാനിയന്മാർ ബീതം വച്ചപ്പം ചേട്ടൻ നല്ല സ്ഥലം എടുത്തു, അനിയൻ വെള്ളമില്ലാത്ത വരണ്ട് കിടക്കുന്ന മരുഭൂമി പോലെയുള്ള സ്ഥലം എടുത്തു. ദൈവത്തിന് സ്തോത്രം. ചേട്ടൻ നല്ല സ്ഥലം എടുത്തപ്പോൾ ദൈവത്തിന് സ്തോത്രം, അവൻ്റെ സ്ഥലത്തിൽ കൂടെ നല്ലൊരു നദി ഒഴുകുന്നുണ്ടായിരുന്നു. പുഴയുടെ തീരം ഉള്ള സ്ഥലം എടുത്തു. മറ്റവന് കിട്ടിയത് മരുഭൂമി. പ്രൈസ് ഗോഡ്. പക്ഷേ ചേട്ടൻ തട്ടിപ്പ് കാണിച്ചാലും അനിയൻ ദൈവത്തെ വിളിക്കുന്നവനായിരുന്നു. നിന്നെ തട്ടിച്ച് എടുത്താലും നിന്നെ പറ്റിച്ചെടുത്താലും ദൈവത്തെ വിളിക്കുന്ന നിൻ്റെ അവകാശത്തിന് നാശമില്ലാത്തൊരു അവകാശമായി, അനുഗ്രഹിക്കുന്നൊരു അവകാശമായി മാറ്റാൻ കഴിവുള്ള ദൈവമുണ്ടെന്ന് മനസ്സിലാക്കിക്കോണം. സംഭവിച്ചത് ഞാൻ പറയാം. 5-6 വർഷം കഴിഞ്ഞപ്പം 5-8 മാസം കഴിഞ്ഞപ്പം ദൈവത്തിൻ്റെ സ്തോത്രം ഒരു പ്രപ്പോസൽ വന്നു. അവിടെ ഒരു അണക്കെട്ടുണ്ടാക്കാൻ. അണകെട്ടി പിറ്റേ ദിവസം നടന്ന കാര്യം എന്താണെന്നറിയാമോ? പ്രൈസ് ഗോഡ്. ചേട്ടച്ചാരുടെ പറമ്പിൻ്റെ അരികത്തോടെ ഒഴുകിയിരുന്ന പുഴ കാണാനില്ല.
പ്രൈസ് തീർന്നില്ല. പിന്നെ തീരുമാനിച്ചു ഇറിഗേഷൻ പ്രോജക്റ്റിന് ഒരു കനാൽ വെട്ടണം. ഗവൺമെൻറ് അലൈൻമെൻറ്റ് നോക്കി കനാൽ വെട്ടിയപ്പം അനിയച്ചാരുടെ പറമ്പിൻ്റെ നടുക്കൂടെ. മനസ്സിലായോ? വറ്റിക്കേണ്ടതിനെ വറ്റിച്ച് തുറക്കേണ്ടത് തുറക്കുന്ന സ്വർഗത്തിലെ ദൈവമാണ് എൻ്റെ ദൈവം. നീ ഇന്ന് കാണുന്ന ഉറവയുണ്ടല്ലോ, അത് അടയും. ദൈവസന്നിധിയിൽ മര്യാദയ്ക്ക് വിശ്വസ്തനായി നിന്നില്ലെങ്കിൽ ഇന്ന് കാണുന്ന ഉറവ അടയും. എന്നിട്ട് പുത്തനുറവ ജീവിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി എൻ്റെ ദൈവം തുറക്കും. ഇന്ന് രാത്രി ചില പുത്തനുറവുകൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തുറക്കട്ടെ. അമ്പ രൗഡ ജഗന ദലമ രഗതക ജഗരക ദലബര ഹസ്ന അബാരാബ ലൗഡ രാബ ധികാരാബ അന്തന ഗൗഡ തനബല ഗൗഡര ഗംദല ബൗഡ ഹസ്ര ഗൗഡ റൗഡക ജാര അധീമന ബഹ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, അബ്രഹാമിൻ്റെ സന്തതി തന്നെ ഇസ്മായേൽ എത്ര കൊല്ലം കഷ്ടപ്പെട്ടെന്ന് എനിക്കറിയത്തില്ല. 4000 വർഷം കണ്ട് കഷ്ടപ്പെട്ട് കാണുമായിരിക്കും. പക്ഷേ എന്നാൽ ദൈവം തൻ്റെ വാഗ്ദത്തത്തിൻ്റെ നിവർത്തി എന്തെങ്കിലും വരുത്തിയേ പറ്റൂ. മരുഭൂമിയിലെ അറേബ്യൻ ഗൾഫിലെ മരുഭൂമിയിലെ മണലാരങ്ങളിൽ കയറ് പിരിച്ച് ജീവിച്ചിരുന്ന, ആടിനെ പിടിച്ച് ജീവിച്ചിരുന്ന, പുഴയിൽ മുങ്ങിത്തപ്പി ജീവിതത്തിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ജോലി ചെയ്ത് ജീവിച്ചിരുന്ന പ്രൈസ് ഗോഡ്. ഇതൊരെണ്ണം കൂട്ടിയേ. പ്രൈസ് ഗോഡ്. ആരംഭത്തിൻ്റെ ഇസ്മായേലിലെ സന്തതികളുടെ അവർ കാലി ചവിട്ടി നിന്നിരുന്ന ഭൂമിക്കടിയിൽ എണ്ണയുണ്ടെന്ന് കണ്ടുപിടിച്ചു. മണലിലെ നിക്ഷേപങ്ങളെ, ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു, ഓളിയൊന്ന് കുറയ്ക്ക്. മണലിലെ നിക്ഷേപങ്ങളെ അവർ വലിച്ചു കുടിക്കും. ഇന്ന് രാത്രി മറഞ്ഞു കിടക്കുന്ന നിക്ഷേപങ്ങൾ നിനക്കും നിന്റെ സന്തതിക്കും വേണ്ടി തരാൻ അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്ത, ഇസ്മായേലിന് വാഗ്ദത്തം കൊടുത്ത, ഇസ്ഹാക്കിന് വാഗ്ദത്തം കൊടുത്ത ജീവനുള്ള ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നതെന്ന് എത്ര പേർക്ക് പറഞ്ഞ് ആരാധിക്കാൻ സാധിക്കും? ആമേൻ. ഞാനൊരു കാര്യം നിങ്ങൾ പറയാം. ഇസ്മായേൽ ആയിക്കോട്ടെ, ഇസ്ഹാക്ക് ആയിക്കോട്ടെ, വാഗ്ദത്തമുണ്ടോ? വാക്ക് പറഞ്ഞിട്ടുണ്ടോ? നിന്റെ സ്വഭാവം വിട്. പ്രൈസ് ഗോഡ്. നീ ഏത് സ്വഭാവക്കാരനുമാകട്ടെ, നിനക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ദൈവം നിന്നോട് സംസാരിച്ചിട്ടുണ്ടോ? അതിന് നിവൃത്തി ഉണ്ടാകാതെ പോകത്തില്ല. അവൻ്റെ വാഗ്ദത്തങ്ങളിൽ ഒന്നുപോലും നിഷ്ഫലമാകത്തില്ല. ഇന്ന് രാത്രി ദൈവം പറഞ്ഞത് നിറവേറ്റും. നിനക്ക് പകരം ചെയ്യാൻ വല്ലതുമുണ്ടോ? അടബര ഹത്തുര ജബന ദലമല ഹസ്സൽ കൗഡി അരവൽ കൗഡര കദലബ ഹദ്ദര. ഹല്ലേലൂയ, ഹല്ലേലൂയ. തലമുറയെ അനുഗ്രഹിച്ചില്ലേ? കുടുംബത്തെ അനുഗ്രഹിച്ചില്ലേ? മക്കളെ അനുഗ്രഹിച്ചില്ലേ? ജോലിയിൽ അനുഗ്രഹിച്ചില്ലേ? ബിസിനസ്സിൽ അനുഗ്രഹിച്ചില്ലേ? പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ദൈവം എന്നെ നിങ്ങൾ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്മ കണ്ടിട്ടല്ല. നീ ദൈവത്തെ വിളിച്ച നാളിൽ, മുട്ടുമടക്കി പ്രാർത്ഥിച്ച നാളിൽ, ഉപവസിച്ച നാളിൽ ചില വാഗ്ദത്തം തന്നിട്ടുണ്ട്. വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവം അത് നിനക്ക് തന്നിരിക്കുകയാണ്. ഇനി മറിച്ച് ഒരു കാര്യം കൂടെ ഉണ്ട്. ദൈവത്തിന് വേണ്ടി തിരിച്ച് ചിലത് ചെയ്യാൻ ഇന്ന് രാത്രി എനിക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ അടങ്ങിയിരിക്കുന്നില്ല കർത്താവേ, എൻ്റെ ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യാൻ. ഇതം കട്ട് ചെയ്തരി നോക്കി, ഇത് കട്ട് ചെയ്ത് നോക്കി, ശരിയാവുന്നു. അങ്ങോട്ട് ശരിയാണോ? അങ്ങോട്ട് ശരിയാണല്ലോ അല്ലേ സിനി? ഓക്കെ, അന്ന് ഇതം കട്ട് ചെയ്തരും, എനിക്ക് ഫീഡ്ബാക്ക് വേണ്ട. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവമക്കളെ, നിൻ്റെ ജീവിതത്തിൽ നീ പ്രാർത്ഥിച്ചതിൻ്റെ നന്മ, നീ ഉപവസിച്ചതിൻ്റെ നന്മ, കഴിഞ്ഞ കാലങ്ങളിൽ നീ ദൈവത്തോട് നിലവിളിച്ചതിൻ്റെ നന്മ, നിനക്ക് ചില കുറവുകളുണ്ടെങ്കിലും അന്ന് പറഞ്ഞ ദൈവം ഇന്ന് വാക്കുമാറാതെ തന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ആ നന്മ നിലനിൽക്കണമെങ്കിൽ അവനോട് നന്ദി കാണിക്കണം. നിന്റെ മാരകമായ അനുഭവങ്ങളിൽ നിന്ന് വിടുവിച്ചെങ്കിൽ, രോഗങ്ങളിൽ നിന്ന് വിടുവിച്ചെങ്കിൽ, തകർന്ന ബിസിനസ്സിൽ നിന്ന് കര കയറ്റിയെങ്കിൽ, അവനെ തകർന്ന കുടുംബജീവിതത്തിൽ നിന്ന് കര കയറ്റിയെങ്കിൽ, തകർന്ന വിദ്യാഭ്യാസത്തിൽ നിന്ന് കര കയറ്റിയെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവമക്കളെ,
രണ്ട് കാര്യം നിങ്ങൾ ചെയ്യണം. ഒന്ന്, നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം ദൈവത്തിങ്കിലേക്ക് കുറച്ചൊക്കെ നിങ്ങൾ തിരിച്ചു വിടണം. എന്ന് പറഞ്ഞാൽ പണം മാത്രമല്ല, നിങ്ങളുടെ സമയം. ഏറ്റവും വിലയുള്ളത് സമയമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, എൻ്റെ നാമത്തെ പ്രതി അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വീടുകളെയോ എന്ത് വിട്ട് കളഞ്ഞാലും 100 മടങ്ങുണ്ട്. ഇത് പെർമനൻ്റായിട്ട് വിടണ്ട. ഒരു ശനിയാഴ്ച വൈകുന്നേരം 2 മണിക്കൂർ പിള്ളേരെയൊക്കെ ഇട്ടിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാമോ? ഞായറാഴ്ച ഉച്ച കഴിഞ്ഞൊരു 3 മണിക്കൂർ പിള്ളേരെ വിട്ടിട്ട് ദൈവത്തിന് വേണ്ടി ഒന്ന് ഇറങ്ങാമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എത്ര നാളായി ദൈവം നിന്നെ കാത്തിരിക്കുന്നു, എത്ര നാളായി നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നിട്ട് ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. എല്ലാം കിട്ടിയിട്ടും ഒന്നും തിരിച്ചു കൊടുക്കാതെ ലോകത്തിൽ ഒരു കടലുണ്ട്, നിങ്ങൾക്കറിയാം. ആ കടലിൻ്റെ പേരെന്നാ? ചാവുകടൽ. വേറെ ഒരുപാട് കടലുകളുണ്ട്. അറേബ്യൻ സമുദ്രമുണ്ട്, അറ്റ്ലാന്റിക് ഉണ്ട്, പസഫിക് ഉണ്ട്, അഡ്രിയാറ്റിക് ഉണ്ട്. ഒരുപാട് കടലുകളുണ്ട്. എന്നാൽ ഒരു കടലിൻ്റെ പേര് ചാവുകടൽ. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ലോകത്തിലെ ഒരു കടലിനുമില്ലാത്തൊരു പ്രത്യേകത ചാവുകടലിനുണ്ട്. യോർദാൻ നദി ഉത്ഭവിച്ച് ഒഴുകി പാലും തേനും ഒഴുകുന്ന ദേശമായിരിക്കുന്ന ഇസ്രായേലിൻ്റെ നടുക്കുകൂടെ ഒഴുകി ഒടുവിൽ അത് ചെന്ന് ചേരുന്നത് ചാവുകടലിലാണ്. ഇത് പുറപ്പെടുന്നത് എവിടെ നിന്നറിയാമോ? ഗലീല തടാകത്തിൽ നിന്ന്. ഞങ്ങളതിനകത്ത് യാത്ര ചെയ്തതാണ്. ഗലീല തടാകത്തിലുള്ള അത്രയും രുചിയുള്ള മീനുകൾ വേറെ ഒരു സ്ഥലത്ത് ഞാൻ കഴിച്ചിട്ടില്ല. ലോകത്തിൽ എല്ലായിടത്തും ഞാൻ മീൻ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഗലീല തടാകത്തിൽ സെൻറ്റ് പീറ്റേഴ്സ് ഫിഷ് എന്ന് പറഞ്ഞ് വറുത്ത് കിട്ടുന്നൊരു മീനുണ്ട്. അത്രയും രുചിയുള്ള മീൻ കഴിച്ചിട്ടില്ല. യോനാച്ചാനൊക്കെ അന്ന് വന്നപ്പോൾ ഈ നീളത്തിലുള്ള മീൻ പ്ലേറ്റേ ഇരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, യോനാച്ചാ ഇത് തിന്നുമെന്ന് ചോദിച്ചു, തീർക്കുമെന്ന് ചോദിച്ചു. യോനാച്ചാൻ പറഞ്ഞത് നോക്കട്ടെ എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. പക്ഷേ അതിനു മുമ്പ് ഞാൻ പോയപ്പോൾ കഴിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു മുള്ളു പോലും ബാക്കി വയ്ക്കില്ലെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം. അതുപോലെ ജീവജല സമൃദ്ധമായ ആമേൻ ഹല്ലേലൂയ ഗലീല കടലിനകത്ത് മത്സ്യങ്ങളുടെ സമൃദ്ധിയുള്ളപ്പോൾ ദൈവത്തിന് സ്തോത്രം. അവിടെ നിന്ന് ഒഴുകി വന്ന് ലാസ്റ്റ് ചാവുകടലിലെത്തുമ്പോൾ അതിനകത്ത് ഒരു ജീവി പോലും ജീവിക്കത്തില്ല, സകലതും ചത്തുപോകും. അതുകൊണ്ട് ചാവുകടൽ എന്ന് പേരിട്ടത്. കാരണം എന്നറിയാമോ? അങ്ങോട്ട് ഒഴുകുകയല്ലാതെ അവിടെ നിന്ന് ഒഴുകുന്ന പ്രശ്നമില്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് ഒഴുകുകയല്ലാതെ നിങ്ങളിൽ നിന്ന് ഒഴുകുന്നില്ലെങ്കിൽ നിങ്ങളൊരു ചാവുകടലാണ്. ഞാനും നീയും ഒരു ചാവുകടലാണ്. ഇന്ന് പകൽക്കാലം ഒഴുക്കിവിടെ ആരംഭിക്കട്ടെ, ഒഴുക്കിവിടെ ആരംഭിക്കട്ടെ. നിന്റെ ജീവിതത്തിൽ ആരംഭിക്കട്ടെ, നിന്റെ സമ്പത്തിൽ ആരംഭിക്കട്ടെ, ആരോഗ്യത്തിൽ ആരംഭിക്കട്ടെ, നിന്റെ കുടുംബത്തിൽ ആരംഭിക്കട്ടെ. നാട്ടിലുള്ള സമ്പത്ത് മുഴുവനും അടിഞ്ഞുകൂടാനുള്ള സ്ഥലമല്ല നിന്റെ വീട്. നാട്ടിലുള്ള ധാന്യങ്ങളും ഗോതമ്പും എല്ലാം അടിഞ്ഞുകൂടാനുള്ള സ്ഥലമല്ല നിന്റെ വീട്. നാട്ടിലുള്ള സന്തോഷവും സൗഭാഗ്യവും അടിഞ്ഞുകൂടാനുള്ള സ്ഥലമല്ല നിന്റെ വീട്. ഓ ജീസസ് അല്ലേ? നാട്ടിലുള്ള സമ്പത്ത് മുഴുവനും അടിഞ്ഞുകൂടി അവിടെ കിടക്കാനുള്ളതല്ല നമ്മുടെ വീട്. നാട്ടിലുള്ള പണം മുഴുവനും വന്നുകൂടി അടിയാനുള്ളതല്ല നിൻ്റെ ബാങ്ക് അക്കൗണ്ട്. അതിൽ നിന്നും ഒരു ഒഴുക്കുണ്ടാകണം. നിനക്ക് അതിൽ നിന്നൊരു ഒഴുക്കുണ്ടാകണം. ഇന്ന് രാത്രി ദൈവനാമത്തെ പ്രതി ഞാൻ പറയട്ടെ, നിങ്ങളിലേക്ക് ഒഴുകി വന്ന നന്മകൾ അവിടെ നിന്ന് ഒഴുകാൻ ആരംഭിച്ചില്ലെങ്കിൽ ഞാനും നീയും ഒരു ചാവുകടലായി മാറും. ഇന്ന് രാത്രി ആരും ചാവുകടലാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിന്നിൽ വരുന്ന പ്രൈസ് ഗോഡ് പകരം ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നതിനറിയാമോ? ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ആലയത്തിൻ്റെ ഉമ്മരപ്പടിയിൽ നിന്ന് ഒഴുകുന്ന മുട്ടോളമല്ല അരയോളമല്ല നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത ആ വലിയ നദി ഉടവല ഹദുരാ ജബന ദലമാ രഗതക സന്ദര ഖത്തൽ കൗഡ, ആ ജീവജല നദി അതിൽ നിന്ന് ഒഴുകുന്ന അവൻ വെള്ളം പഥ്യമായി തീർന്നിട്ട് യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ.
നിനക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ കിട്ടിയ നിൻ്റെ സമയം ആമേൻ സുവിശേഷത്തിന് വേണ്ടി ഒന്ന് പുറത്തോട്ട് ഒഴുകട്ടെ. നിനക്ക് നിൻ്റെ തലമുറയ്ക്കും സ്വന്തമായി ഉപയോഗിക്കാൻ കിട്ടിയ സമ്പത്ത് സുവിശേഷത്തിനും അതിൻ്റെ വ്യാപ്തിക്കും വേണ്ടി പുറത്തോട്ടൊന്ന് ഒഴുകട്ടെ. നിനക്ക് സ്വന്തമായി ഉപയോഗിക്കാൻ കിട്ടിയിരിക്കുന്ന വാഹനം സുവിശേഷത്തിന് വേണ്ടി പുറത്തേക്കൊന്ന് ഓടട്ടെ. നിനക്ക് സ്വന്തമായി താമസിക്കാൻ കിട്ടിയിരിക്കുന്ന ഭവനം സുവിശേഷത്തിന് വേണ്ടി തുറന്ന് കിടക്കട്ടെ. ഇന്ന് രാത്രി അടഞ്ഞു കിടക്കുന്നതെല്ലാം തുറക്കട്ടെ, അടഞ്ഞു കിടക്കുന്നതെല്ലാം തുറക്കട്ടെ, അടഞ്ഞു കിടക്കുന്നതെല്ലാം തുറക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ശക്തിയോടെ ആരാധിക്കാം. അനുഗ്രഹത്തിന്റെ വാതിലുകൾ മാത്രമല്ല, ഈ വാതിലും തുറക്കണം. ആമേൻ. ആരാധിച്ചു പോയാൽ കൊള്ളുന്ന സന്തോഷമുണ്ട്. എന്നാൽ ഒന്ന് സമയമില്ല. അതുകൊണ്ട് ഞാൻ തറപ്പിച്ച് ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ. അനുഗ്രഹത്തിൻ്റെ കവിഞ്ഞൊഴുക്കെന്ന് പറയുന്നത് വീണ്ടും നിന്നിൽ തന്നെ അടിഞ്ഞുകൂടുന്നതല്ല. അത് സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി, നിനക്ക് ലഭിച്ച ആരോഗ്യം, നിനക്ക് ലഭിച്ച സമ്പത്ത്, നിനക്ക് ലഭിച്ച ആയുസ്, നിനക്ക് ലഭിച്ച തലമുറ, നിനക്ക് ലഭിച്ച എല്ലാം 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 യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി തുറക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ചില വഴികൾ തുറക്കട്ടെ, ചില കൈത്തോടുകൾ പുറപ്പെടട്ടെ. In the name of Lord Jesus of Nazareth. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ചില കൈത്തോടുകൾ പുറക്കട്ടെ. In the name of Lord Jesus. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ചില വഴികൾ തുറക്കട്ടെ, ചില വഴികൾ തുറക്കട്ടെ. കുണയാതിരുന്ന അറിയത്തില്ലേ? ഇത് വലിച്ചുകൊണ്ട് പോകാനല്ലേ? ഇത് എന്ത് നിങ്ങൾക്ക് ഇതിടുമ്പോൾ the name of Lord Jesus. ദൈവമക്കളെ, അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കുന്ന അതിനേക്കാൾ ശക്തമാണ് നിൻ്റെ പുറത്തേക്കുള്ള ഒഴുക്ക് തുറക്കേണ്ട ആവശ്യകത. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ഗോഡ്. നിൻ്റെ പുറത്തേക്കുള്ള അനുഗ്രഹം, നിനക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പുറത്തേക്ക് ഒഴിയെങ്കിൽ മാത്രമേ ചില ലോത്തുമാർ കുടുംബമായി ശത്രുവിൻ്റെ പിടിയിൽ പെട്ടുകിടക്കുകയാണ്. അബ്രഹാമേ, നിൻ്റെ വീട്ടിൽ ജനിച്ചു വളർന്ന 318 അഭ്യാസികളെ കൊണ്ട് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നിന്റെ തലമുറയെ കൊണ്ടൊരു ഉദ്ദേശമുണ്ട്. നിന്റെ സമ്പത്തിനെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. നിന്റെ ബിസിനസ്സിനെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. നിന്റെ ജോലിയെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. നിന്റെ വാഹനത്തെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. നിനക്ക് ലഭിച്ചതിനെ കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അഴിയട്ടെ, വഴികൾ തുറക്കട്ടെ. സുവിശേഷത്തിന്റെ വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ. Praise God. Hallelujah. കഴിഞ്ഞ ദിവസം വരെ നിങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവേ, അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറക്കട്ടെ, അനുഗ്രഹം എന്നിലേക്ക് ഒഴുകി വരട്ടെ. സമ്പത്തിൻ്റെ വാതിൽ തുറക്കട്ടെ, സമ്പത്ത് എന്നിലേക്ക് ഒഴുകി വരട്ടെ. ഐശ്വര്യത്തിൻ്റെ വാതിലുകൾ തുറക്കട്ടെ, ഐശ്വര്യം എന്നിലേക്ക് ഒഴുകി വരട്ടെ. പ്രൈസ് ഗോഡ്. ആരോഗ്യത്തിൻ്റെ വാതിലുകൾ തുറക്കട്ടെ, ആരോഗ്യം എന്നിലേക്ക് ഒഴുകി വരട്ടെ. തലമുറയുടെ വാതിലുകൾ തുറക്കട്ടെ, അവർക്കുള്ള അനുഗ്രഹങ്ങൾ ഒഴുകി വരട്ടെ. ഇന്ന് രാത്രി അല്പം ഒന്ന് മാറ്റി പ്രാർത്ഥിക്കാമോ? കർത്താവേ, അനുഗ്രഹങ്ങൾ കൊണ്ട് ഞാൻ സമൃദ്ധിയായി നിറഞ്ഞിരിക്കാനല്ല, ഇതൊന്ന് പുറത്തേക്ക് കവിഞ്ഞൊഴുകുവാൻ. ചില വാതിലുകൾ ഇന്ന് രാത്രി തുറന്നേ പറ്റൂ. നിന്റെ ആരോഗ്യം പുറത്തേക്ക് ഒഴുകട്ടെ, നിന്റെ സമയം പുറത്തേക്ക് ഒഴുകട്ടെ, നിന്റെ സമ്പത്ത് പുറത്തേക്ക് ഒഴുകട്ടെ. സുവിശേഷത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി.
യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ചില വഴികൾ തുറക്കട്ടെ. In the name of Lord Jesus, in the name of Lord Jesus, in the name of Lord Jesus, in the name of Lord Jesus. അഴിയട്ടെ. പാരമ്പര്യ കെട്ടുകൾ അഴിയട്ടെ, ദേശാധിപതിയുടെ ബന്ധനങ്ങൾ അഴിയട്ടെ. സുവിശേഷത്തിന് തടസ്സമായി ദൈവസഭകളുടെ വളർച്ചയ്ക്ക് തടസ്സമായി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ദുഷ്ട ശക്തികൾ ഇന്ന് അഴിഞ്ഞു മാറട്ടെ. എറണാകുളം പട്ടണത്തിനെതിരായി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന, എറണാകുളം പട്ടണത്തിൽ ദൈവജനത്തിനെതിരായി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന, ആരാധനയ്ക്കെതിരായി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന, സത്യാരാധനയ്ക്കെതിരായി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ദുഷ്ടശക്തികൾ അഴിയട്ടെ. Praise God. Praise God. Praise God. Praise God. അഴിയട്ടെ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ദൈവമക്കളെ, ഒരു കാലത്ത് ലോകത്ത് നിന്നുള്ള മിഷണറിമാർ നമ്മുടെ രാജ്യത്തേക്ക് വന്ന് സുവിശേഷം അറിയിച്ചു. ഇനി നമ്മൾ അങ്ങോട്ട് പോകാനുള്ള കാലമായെന്ന് എത്ര പേർക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്? സുവിശേഷം അത് എന്നിൽ നിന്ന് ഒഴുകണം. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് കർത്താവ് പറഞ്ഞു, ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവവൈതലേ, നിന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകട്ടെ. ആമേൻ. അങ്ങനെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകിയാൽ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചൈതന്യം നൽകണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിക്കുവാൻ. ചൈതന്യം നൽകണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിക്കുവാൻ. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. ഒട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവ നദിയൊഴുകാൻ. ഒട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവ നദിയൊഴുകാൻ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കനാഥ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കനാഥ. പെന്തക്കോസ്തുനാളിൽ മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മ ശക്തിയാലത്രേ. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മ ശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. പെന്തക്കോസ്തുനാളിൽ മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പിന്മഴ പെയ്യണം,
മാലിന്യം മാറേണം, ജനമുണർന്നു വേല ചെയ്യുവാൻ. പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, ജനമുണർന്നു വേല ചെയ്യുവാൻ. ഹല്ലേലൂയ. അപ്പം നമുക്കൊരു തീരുമാനം എടുക്കണം. എന്താണെന്നറിയാമോ? കർത്താവേ, എൻ്റെ ജീവിതത്തിൽ പുറത്തേക്കൊന്ന് ഒഴുകണം. ഒരാഴ്ചയിൽ ഒരു ദിവസം 24 മണിക്കൂർ, ഒരാഴ്ചയിൽ 168 മണിക്കൂറുണ്ട്. 168 മണിക്കൂറുണ്ട്. ജോലിക്ക് പോകാൻ 8 മണിക്കൂർ പോട്ടെ ഒരു ദിവസം. 5 ദിവസം 6 ദിവസമേ ജോലിയുള്ളൂ. 6 × 48. പ്രൈസ് ഗോഡ്. യാത്ര ചെയ്യാൻ 2 മണിക്കൂർ അങ്ങോട്ടും 2 മണിക്കൂർ ഇങ്ങോട്ടും പോരട്ടെ. 4 മണിക്കൂർ. 6 4 24. 48 24 എത്ര? 72. പ്രൈസ് ഗോഡ്. 168 ഉണ്ടേ. ബാക്കി എത്രയുണ്ട്? ദൈവത്തിന് സ്തോത്രം. 96 മണിക്കൂർ ഇനിയും ബാക്കിയുണ്ട്. ജോലി കഴിഞ്ഞ് വന്നിട്ടും 96 മണിക്കൂർ ഇല്ലേ? അതിൻ്റെ ദശാംശം എത്ര? എന്നെ മോളി തലയാട്ടുന്നത് എത്ര? 96 ദശാംശം എത്ര? 10 എത്ര? 9.6. 9.5 മണിക്കൂർ. പ്രൈസ് ഗോഡ്. അതിൻ്റെ ദശാംശം കൊടുക്കുകയാണെങ്കിലും 9.5 മണിക്കൂർ കർത്താവിന് കൊടുക്കണം. ആ 9.5 മണിക്കൂറിനെ 7 കൊണ്ട് ഹരിച്ചാൽ ഒരു ദിവസം ഏതാണ്ട് 1.25 മണിക്കൂർ. ഒരു ദിവസം 1.25 മണിക്കൂറെങ്കിലും സുവിശേഷം പറഞ്ഞാലേ ദശാംശമാകുന്നുള്ളൂ. പറ്റൂ? നിങ്ങളുടെ സമയം പുറത്തേക്ക് ഒഴുകട്ടെ. അയൽവക്കത്തെ വീടുകളിലേക്ക് ഒഴുകട്ടെ. പരിചയക്കാരുടെ വീടുകളിലേക്ക് ഒഴിയട്ടെ. ചാർച്ചക്കാരുടെ വീടുകളിലേക്ക് ഒഴിയട്ടെ. ജീവിതത്തിൻ്റെ നാനാവേദികളിലും ദൈവവചനം കേൾക്കാൻ ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങളുടെ സമയമൊന്ന് ഒഴുകട്ടെ. സമയം ഒഴുക്കാതെ സമ്പത്ത് ആരും ഒഴുക്കണ്ട. ഞാൻ തീർത്ത് പറയുക. ചിലരൊക്കെ പറയുന്നത് കാശ് തന്നേച്ചാൽ മതി, ഞങ്ങൾ സുവിശേഷം പറഞ്ഞോളാം എന്നാണ്. ഞാൻ പറയുന്നു, നിങ്ങൾ കാശ് തരണ്ട, നിങ്ങൾ സുവിശേഷം പറഞ്ഞാൽ മതി. നിങ്ങളെക്കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട്. നിങ്ങളുടെ പണമല്ല ആവശ്യം വരുന്നത്. ഒരു സുവിശേഷകൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു വലിയ കൺവെൻഷനിൽ ഇപ്രകാരം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹത്തിന് മുമ്പിൽ ഒരു മേശയുണ്ട്. വലിയൊരു മേശ ഇട്ടിട്ട് സ്റ്റേജിലിട്ടിരിക്കുകയാണ്. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: പച്ചവെള്ളത്തെ ഒറ്റ നോട്ടം കൊണ്ട് വീഞ്ഞാക്കി മാറ്റിയ എൻ്റെ കർത്താവിന് ഒറ്റ നിമിഷം കൊണ്ട് ഈ കിടക്കുന്ന മേശ സോളിഡ് ഗോൾഡാക്കി മാറ്റാൻ കഴിയും. ഇത് വിറ്റാൽ മതി 10 കൊല്ലത്തേക്ക് ഇതുപോലത്തെ ക്രൂസൈഡ് ദിവസവും നടത്താനുള്ള കാശുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവത്തിന് വേണ്ടത് കാശല്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഹൃദയമാണ്, നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങളുടെ സമയമാണ്, നിങ്ങളുടെ ഇന്നൊരു രാത്രികാലം ഒരു തീരുമാനം എടുക്കാമോ? സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി എൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ആയുസ്സിൽ അവന് ദശാംശമെങ്കിലും ഞാൻ ഉപയോഗിക്കും. തീരുമാനിക്കുന്നവർ കരം ഉയർത്തി ഒരു സ്തോത്രം ചെയ്യാമോ? എടുത്ത തീരുമാനം നടപ്പാക്ക്. പ്രൈസ് ഗോഡ്. അങ്ങനത്തെ ഒരു തീരുമാനം ജീവിതത്തിൽ എടുക്കുന്ന വ്യക്തികൾക്ക് അവസരമുണ്ട്. അബ്രഹാമിൻ്റെ അടുക്കൽ ഓടി വന്നിട്ട് പറഞ്ഞു, ലോത്തിനെയും അവൻ്റെ സമ്പത്തിനെയും കൊണ്ടുപോയി. അബ്രഹാം പറഞ്ഞില്ല, അവനെ പണ്ടേ കൊണ്ടുപോകേണ്ടതായിരുന്നു എന്ന് പറഞ്ഞില്ല. എന്നെ തട്ടിച്ചെടുത്ത മുതൽ നിലനിൽക്കത്തില്ലെന്ന് പറഞ്ഞില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പകരം എന്ത് ചെയ്തെന്നറിയാമോ? വീട്ടിൽ ജനിച്ചു വളർന്ന 318 അഭ്യാസികളെയും കൊണ്ട് ലോത്തിനെ രക്ഷിക്കാനായിട്ട് ഇറങ്ങിച്ചെന്നു. ഇന്ന് രാത്രി പ്രൈസ് ഗോഡ്, യഹോവയുടെ സന്നിധിയിൽ നിൽക്കുന്ന അബ്രഹാമേ, നിനക്ക് ശക്തി തരുന്നൊരു ദൈവമുണ്ട്. ലോത്തിനെ വിടുവിക്കാൻ ശക്തി തരുന്നൊരു ദൈവമുണ്ട്. നാം മനസ്സിലാക്കണം, 5 രാജാക്കന്മാരെ തോൽപ്പിച്ച 4 രാജാക്കന്മാരെ ഈ ഒറ്റ ഒരുത്തം പോയി തോൽപ്പിച്ചു. ഇന്ന് രാത്രി നിനക്കിറങ്ങാൻ മനസ്സുണ്ടോ? അനേകരുടെ മുമ്പിൽ തോറ്റു കിടക്കുന്ന ദുഷ്ടശക്തികളെ നീ ഒരുത്തനിറങ്ങി തോൽപ്പിക്കുക. നീ ഒരുത്തനിറങ്ങി തോൽപ്പിക്കുക. ദൈവം നിൻ്റെ കൂടെ വരും. യഹോവ നിൻ്റെ കൂടെ വരും. ദൂതൻ നിൻ്റെ കൂടെ വരും. ദൈവത്തിൻ്റെ സൈന്യം നിൻ്റെ കൂടെ വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി നമ്മളൊരു തീരുമാനമെടുക്കണം. ലോത്തിനെ
വിടുവിച്ച് തിരിച്ചു കൊണ്ടുവന്ന, സമ്പത്ത് മുഴുവൻ തിരിച്ചു കൊണ്ടുവന്ന അബ്രഹാമിൻ്റെ മനോഭാവം എനിക്ക് തരണമേ. എന്നോട് വഴക്കിട്ടവനാണ്, പക്ഷേ പ്രശ്നമല്ല. എൻ്റെ സമ്പത്ത് കൊണ്ടുപോയവനാണ്, പ്രശ്നമല്ല. നീരോട്ടമുള്ളത് തിരഞ്ഞെടുത്തവനാണ്, പ്രശ്നമല്ല. അവൻ അറിവില്ലാത്തത് കൊണ്ട് ചെയ്തതാണെന്ന് ചിന്തിക്ക്, അവന് ബോധമില്ലാത്തത് കൊണ്ട് ചിന്തിക്ക്, അവൻ പ്രൈസ്തലോട് സ്വാർത്ഥത കൊണ്ടാണെന്ന് വേണമെങ്കിൽ അങ്ങ് ചിന്തിച്ചോ. എന്നാലും അവന് കഷ്ടം വരുന്നത് കാണുമ്പോൾ കൈകൊട്ടരുത്. അവന് കഷ്ടം വരുന്നത് കാണുമ്പോൾ ഹല്ലേലൂയ ചിരിക്കരുത്. അവൻ്റെ ജീവിതത്തിൽ കഷ്ടം വരുന്നത് കാണുമ്പോൾ ദൈവത്തിൻ്റെ നീതിയാണ്, ദൈവത്തിൻ്റെ ശിക്ഷയാണെന്ന് പറയരുത്. നിന്നെ സ്പെയർ ചെയ്തിട്ടാണ് അവനെ തൊട്ടിരിക്കുന്നത്. നിൻ്റെ കുടുംബത്തെ സ്പെയർ ചെയ്തിട്ടാണ് അവനെ തൊട്ടിരിക്കുന്നത്. അവന് നിന്നെയും തൊടാൻ സെക്കൻഡ് മതി. ഇന്ന് രാത്രി മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കരുണ. അബ്രഹാം ചെന്ന് എടുത്തു. ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ ക്വാളിറ്റി എന്തായിരുന്നു? അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നു. ലൂക്കോസ് 1:19. ലൂക്കോസ് 1:19. ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. ദൈവമക്കളെ, ചുമ്മാതല്ല ഗബ്രിയേൽ ഈ ദൂതും കൊണ്ടുപോകുന്ന ദൂതനായത്. അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നവനായിരുന്നു. അബ്രഹാം ദൈവസന്നിധിയിൽ നിന്നു. അവൻ ദൈവത്തിന് വേണ്ടി പക്ഷപാതം ചെയ്തു. അവൻ്റെ വീട്ടിൽ അഭ്യാസികളെ കൊടുത്തു, തകർന്നു കിടക്കുന്ന കുടുംബങ്ങളെ പണിയുവാൻ, തകർന്നു പോയ സഹോദരനെ വീണ്ടെടുക്കാൻ. പ്രൈസ് ഗോഡ്. ഞാൻ പറയാം, എത്ര പ്രശ്നമുണ്ടെങ്കിലും നിൻ്റെ തകർന്നു കിടക്കുന്ന കൂട്ടുവിശ്വാസികളെ, കൂട്ടു സഹോദരന്മാരെ വീണ്ടെടുക്കാൻ നിനക്ക് ഉത്തരവാദമുണ്ട് അബ്രഹാമേ. പ്രൈസ് ഗോഡ്. ഇന്നത്തെ പ്രശ്നം എന്നാ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എഴുതി തള്ളും, സഭയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിടിച്ച് പുറത്താക്കും. പോയാൽ ഒരു ചങ്കിനൊരു വേദനയുമില്ല. 10 പേര് സഭയിൽ നിന്ന് പോയാലും ഒരു വേദനയുമില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇവർക്ക് വേണ്ടി രക്തം കൊടുത്ത, ചങ്കിലെ ചോര കൊടുത്ത ഒരു കർത്താവുണ്ട്. പിശാചിൻ്റെ കയ്യിൽ നിന്ന്, അവൻ്റെ വായിൽ നിന്ന് അവനെ വലിച്ചെടുത്ത് രക്ഷിച്ച കർത്താവുണ്ട്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഈ നാളിൽ ഞാൻ പറയട്ടെ, നിൻ്റെ സഹോദരനെ ശത്രു കൊണ്ടുപോയെന്ന് കേട്ടാൽ വീട്ടിനകത്ത് അടങ്ങിയിരിക്കല്ലേ, വിടുവിച്ചെടുത്ത് കൊണ്ടുവരണം, വിടുവിച്ച് കൊണ്ടുവരണം. പ്രൈസ് ഗോഡ്. ദൂതൻ പറഞ്ഞു, ഞാൻ യഹോവയുടെ വലത്തുഭാഗത്ത് നിൽക്കുന്ന ഗബ്രിയേൽ എന്ന ദൂതനായിരുന്നു. ആമേൻ. ആ ദൂതനാണ് പ്രൈസ് ഗോഡ് സദ്വർത്തമാനം അറിയിച്ചത്. സമയമില്ലാതെ ഞാൻ വിവരിക്കുന്നില്ല, നമുക്ക് പിന്നീട് ചിന്തിക്കാം. അതുപോലെ തന്നെ ഒരാളെയും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ആമേൻ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യം. എന്നാൽ ഗിലെയാദിലെ തിസ്ബിയിൽ നിന്നുള്ള തിസ്ബിനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്. സേവിച്ച് നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്. മതി. പ്രൈസ് നിർത്ത്. ദൈവത്തിന് സ്തോത്രം. തിശ്ബിയിൽ നിന്ന് തിശ്ബിനായ ഏലിയാവ്. ഞാൻ ആ ഭാഗം പല പ്രാവശ്യം തിരിച്ചും മറിച്ചും വായിച്ചു, ഒത്തിരി കമൻട്രികൾ വായിച്ചു. എന്തിനാണെന്നറിയാമോ? ഏലിയാവിൻ്റെ അഡ്രസ്സ് ഒന്നും എടുക്കാൻ. ഏലിയാവിൻ്റെ വീട്ടുപേര് പറഞ്ഞിട്ടില്ല, ഏലിയാവിൻ്റെ കുടുംബപ്പേര് പറഞ്ഞിട്ടില്ല, അപ്പൻ്റെ പേര് പറഞ്ഞിട്ടില്ല, അമ്മയുടെ പേര് പറഞ്ഞിട്ടില്ല. ഏലിയാവിൻ്റെ വീട്ടിൽ അച്ഛന്മാരുണ്ടെന്ന് പറഞ്ഞിട്ടില്ല, മെത്രാന്മാരുണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ജഡ്ജിയുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ആമീൻ. പ്രൈസ് ഗോഡ്. ഉന്നതന്മാരുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഏലിയാവിന് 2 വിശേഷണമേ ഉള്ളൂ. ഒന്ന്, തിശ്ബിയിൽ നിന്നുള്ള തിശ്ബനായ ഏലിയാവ്. എന്നാൽ അതിനേക്കാൾ വലിയൊരു വിശേഷണം വേറെയുണ്ട്. ദൈവസന്നിധിയിൽ സേവിച്ച് നിൽക്കുന്ന, യഹോവയുടെ സന്നിധിയിൽ സേവിച്ച് നിൽക്കുന്ന ഏലിയാവ്. നിനക്ക് പാരമ്പര്യം പറയാൻ കാണത്തില്ലായിരിക്കും, കുടുംബ മഹിമ പറയാൻ കാണത്തില്ലായിരിക്കും, വിദ്യാഭ്യാസ മഹിമ പറയാൻ കാണത്തില്ലായിരിക്കും. എന്നാൽ ഇന്ന് രാത്രി പറയാൻ സാധിക്കുമോ? ഞാൻ സേവിച്ച് നിൽക്കുന്ന ഒരു ദൈവമുണ്ട്, ഞാൻ സേവിച്ച് നിൽക്കുന്ന ഒരു ദൈവമുണ്ട്, ഞാൻ ആരാധിക്കുന്ന ഒരു ദൈവമുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഞാൻ പ്രാപിച്ച അരുളപ്പാടാണ്. ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. ദൈവപൈതലേ, ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന നീ അടച്ചാൽ അടച്ചതാണ്, തുറന്നതാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. ഇന്ന് രാത്രി ചിലതിനെ അഴിക്കാനുള്ള അധികാരം എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുടെ വന്നിട്ടുണ്ട്? അങ്ങനെയാണെങ്കിൽ നിനക്കെതിരായി കെട്ടിയ കെട്ടുകൾ ഇന്ന് രാത്രി അഴിയാൻ പോകുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ നാമത്തിൽ. ഉടബര കതുല ജലബല കതുല ശമ്പർ കൗഡേ രാവ രാവ. ഇന്ന് രാത്രി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ചില കെട്ടുകൾ അഴിയട്ടെ, ചില കെട്ടുകൾ അഴിയട്ടെ, ചില ബന്ധനങ്ങൾ അഴിയട്ടെ.
പ്രൈസ് ഗോഡ്. അപ്പം നിങ്ങൾ കെട്ടിയാൽ സ്വർഗത്തിൽ കെട്ടും, നിങ്ങൾ ഭൂമിയിൽ അഴിച്ചാൽ സ്വർഗത്തിൽ അഴിയും. അതോടെ ഒരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങളിവിടെ തുറന്നാൽ അവിടെ തുറക്കും, നിങ്ങളിവിടെ അടച്ചാൽ അവിടെയും അടയ്ക്കും. അങ്ങനെയാണ് ഇന്ന് രാത്രി നമ്മൾ ചിലത് തുറക്കാൻ പോകുകയാണ്, ചിലത് അഴിക്കാൻ പോകുകയാണ്, ചിലത് തുറക്കാൻ പോകുകയാണ്. ഈ 4-ാം രാത്രി ആമൻ ഹല്ലേലൂയ കെട്ടപ്പെട്ടവനായി ആമൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ശവകുടീരത്തിൽ നിന്ന് ദൈവത്തിന് കല്ലറയിൽ നിന്ന് വെളിയിൽ വന്ന പ്രൈസ് ഗോഡ് ആമൻ ഹല്ലേലൂയ ആമൻ ദൈവത്തിന് സ്തുതി ലാസറിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞു, അവൻ്റെ കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ. ഇന്ന് ചില കെട്ടഴിക്കാൻ പോകുകയാണ്. നിൻ്റെ ജീവിതത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന ചില കെട്ടുകൾ ഇന്ന് രാത്രി അഴിക്കാൻ പോകുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ നാമത്തിൽ ചില പൂട്ടുകൾ തുറക്കാൻ പോകുകയാണ്, ചില വാതിലുകൾ തുറക്കാൻ പോകുകയാണ് ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടത്തക്കവണ്ണം ചില വഴികൾ തുറക്കട്ടെ, ചില ബന്ധനങ്ങൾ അഴിയട്ടെ, ചില പൂട്ടുകൾ തുറക്കട്ടെ യേശുവിൻ്റെ ശക്തിയോടെ ശക്തിയോടെ ശക്തിയോടെ. അരബ രൗഡ രഗത ജലമ രഗതക ജഗല തലബല ഹട്ടൽ ബൗഡക രഗടക സന്ദര വരവ അംബര ബൗഡ ശൈര ചാര ധീര ചൗഡ രഗതക ജഗന തലബല പരബല ഹത്തല ബൗഡ അംബ രൗഡ ശാബര ബൗഡ കരകല കരകല ധനബല ജനബൽ അദുരമ നഗത്തിൽ മദക ജനവതി യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവേ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് രാത്രി ആകാശത്തിൽ ദേശാധിപതി ബന്ധിച്ചിട്ടിരുന്ന എൻ്റെ ചില അനുഗ്രഹങ്ങളുടെ പൂട്ടുകൾ പൊട്ടിയിട്ടുണ്ടെന്ന് ഉള്ളിൽ ഉറപ്പ് കിട്ടിയവരുണ്ടോ? ചില കെട്ടുകൾ അഴിഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പ് കിട്ടിയവരുണ്ടോ? ചില അനുഗ്രഹങ്ങളുടെ മാരി എനിക്ക് വേണ്ടി പെയ്യാൻ പോകുന്നുവെന്ന് വലിയ മഴയുടെ മുഴക്കമുണ്ട്, വലിയ മഴയുടെ മുഴക്കമുണ്ട്. വിശ്വാസം വ്യാപരിക്കട്ടെ. Praise God. Hallelujah. Praise God. തമ്പിച്ചായ മുമ്പോട്ടൊന്ന് പ്രാർത്ഥിച്ച് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. നമുക്ക്